രക്ഷിതാക്കൾക്ക് മക്കളെക്കുറിച്ചുള്ള പരാതി, മക്കൾക്ക് രക്ഷിതാക്കളെക്കുറിച്ചുള്ള പരാതി, ദമ്പതിമാർക്ക് പരസ്പരമുള്ള പരാതികൾ, മാതാപിതാക്കൾ, പ്രായം ചെന്ന മാതാപിതാക്കൾ അവർ തനിച്ചായി പോകുന്ന പ്രശ്നങ്ങൾ തുടങ്ങി നമുക്ക് നമ്മെ തന്നെ നഷ്ടപ്പെട്ടു പോകും വിധമുള്ള ഒരു സാമൂഹിക പരിസരം വളരെ ശക്തമായി നമുക്കിടയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് കുറേ സംഭവങ്ങളും തെളിവുകളും ഉദ്ധരിച്ച് ഞാൻ പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ കൂടുതലും ഈ സംസാരത്തിൽ പരിഹാരങ്ങളെ അഭിസംബോധന ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ നടത്തിയ ഖുതുബ, കഴിഞ്ഞൊരു 2-3 ആഴ്ചയായിട്ട് ഈ വിഷയമാണ് ഖുതുബ, മക്കളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഖുതുബ പറയുന്നത്. ചില വിഷയങ്ങൾ നമ്മൾ സമൂഹത്തിലേക്ക് ഇടുമ്പോൾ ആ വിഷയം പറയുന്ന ആളുകൾ എന്നുള്ള നിലക്ക് നമ്മളെടുത്ത് സംസാരിച്ചാൽ അതിനെല്ലാം സമ്പൂർണമായ പരിഹാരമുണ്ടാകും എന്ന ആളുകൾ വിചാരിച്ച് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധമുള്ള സങ്കടങ്ങളും വിഷമങ്ങളുമാണ് പിന്നെ വരിക, ആളുകൾ പറയാ. ഈ അടുത്ത പ്രദേശത്തുള്ള ഒരുപക്ഷെ പേര് പറഞ്ഞാൽ എൻ്റെ പല സുഹൃത്തുക്കൾക്കും അറിയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം പറഞ്ഞു, 12 കൊല്ലം മക്കളുണ്ടാകാൻ വേണ്ടി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവസാനം മക്കളുണ്ടായി. എന്ത് കുട്ടികളാണെന്നൊന്നും ഞാൻ പറയണില്ല, ആളുകൾ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടൂടല്ലോ. അവസാനം 2 കുട്ടികളുണ്ടായി. അവർ കോളേജിൽ പോലെ തുടങ്ങി. അവർ തോന്നിയ പോലെയാണ്. ഇപ്പം ആ മക്കളുടെ രീതികളും ചെയ്തികളും കാരണം കരഞ്ഞ് കാലം കഴിക്കുകയാണ്. 5 തരം രക്ഷിതാക്കളെ കുറിച്ച് ഞാനൊരു ഖുതുബ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 2-3 ആഴ്ച മുമ്പ്. എൻ്റെ കാരണം എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ രണ്ടാമതൊരു കല്യാണം കഴിച്ചു, വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകി അവിവാഹിതയായ, വിവാഹം ഇത്തിരി വൈകിപ്പോയ ഒരു സഹോദരിയെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് പിന്നീട് കുഞ്ഞുങ്ങളുണ്ടായി, 2 കുഞ്ഞുങ്ങളുണ്ടായി. അത് മുതൽക്ക് അയാൾക്ക് അവരുമായുള്ള ബന്ധങ്ങൾ അവർ വിച്ഛേദിച്ചു. 8 കൊല്ലം അവർ കാത്തിരുന്നു അയാൾ തിരിച്ചു വരുമെന്ന് വിചാരിച്ച്. അവസാനം സന്ധി സംഭാഷണത്തിന് വേണ്ടി വിളിച്ച, സംസാരത്തിന് വേണ്ടി വിളിച്ച ഒരു സദസ്സിൽ വെച്ച് അയാൾ തൻ്റെ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്തു. ആ സഹോദരി പറഞ്ഞ വാചകം ഒരുപക്ഷെ എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ടാവും. അയാളുടെ മോള്, ഞങ്ങളുടെ കുട്ടി, അയാളുടെ മടിയിലിരിക്കുമ്പോൾ അയാളുടെ താടിയിൽ ഇങ്ങനെ പിടിച്ച് തുരുതുരാ ഉമ്മ വെക്കുകയാണ് അയാൾ സൈൻ ചെയ്യുമ്പോൾ. എൻ്റെ ഉമ്മ പറഞ്ഞു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മോളെ, ചരിത്രത്തിലെ ദുർബലമായൊരു സംഭവമാണ്, അവർക്ക് അവരുടെ അറിവനുസരിച്ച് അവർ പറയാണ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കുഞ്ഞിനെ മൂടാൻ കൊണ്ടേപ്പോ, മണ്ണിലിട്ട് മൂടാൻ കൊണ്ടേപ്പോ താടിയിൽ ഇങ്ങനെ തട്ടി കളിച്ചപ്പോ ആ സങ്കടം കൊണ്ട് തിരിച്ചു പോകുന്നൊരു സംഭവമുണ്ട്. അങ്ങനെ പോലും ഇയാൾക്ക് തോന്നിയില്ലല്ലോ എന്നെൻ്റെ ഉമ്മ പറയുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ്. ഈ അടുത്ത ദിവസം എനിക്ക് റീസെന്റ്ലി ഞാൻ അനുഭവിച്ച, ഞാൻ കേട്ട കാര്യം മാത്രം നിങ്ങളോട് പറയണേ. ഈ അടുത്ത സമയത്ത് വളരെ അടുത്ത ബന്ധമുള്ളൊരു കുടുംബത്തിലൊരു കുട്ടി, അവനൊരു ഘട്ടത്തിൽ ഒരു സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ ആയിരുന്നു. കഴിഞ്ഞൊരു വർഷം മുഴുവൻ അവന്റെ കാര്യങ്ങളെ വിലയിരുത്തിയതിന്റെ ശേഷം പുതിയ വർഷത്തിൽ ഗുരുനാഥന്മാർ അവന്റെ ഇടനെഞ്ചിൽ ഒരു ബാഡ്ജ് ധരിപ്പിച്ചു കൊടുത്തു. ഏത് കുട്ടിയും കൊതിക്കുന്ന ബാഡ്ജ്, ബെസ്റ്റ് സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ, പിന്നിട്ട വർഷത്തിൽ ഏറ്റവും സമർത്ഥനായ കുട്ടി. മാർക്ക് കൊണ്ട് മാത്രമല്ല, എല്ലാം കൊണ്ടും. പക്ഷെ ഇന്ന് അവൻ ഹൈലി ഗെയിം അഡിക്റ്റ് ആണ്. ആ ഗെയിം അഡിക്ഷന്റെ തലം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. അവന്റെ വല്യമ്മക്ക് ക്യാൻസറാണ്, ലെൻസിന് ക്യാൻസറാണ്. അപ്പൊ ലെൻസിന് ക്യാൻസർ ബാധിച്ച ആ വല്യമ്മാന്റെ ഒരു ഗ്ലാസ് വെള്ളം വല്യമ്മ കുടിക്കണമെങ്കിൽ ചെറിയ കുട്ടികൾക്ക് നമ്മൾ മരുന്ന് കൊടുക്കണേ ഫില്ലർ ഉണ്ടല്ലോ, ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ ഉറ്റിച്ചുറ്റിച്ച കൊടുക്കുക. അതന്നെ ഇങ്ങനെ വായിലേക്ക് ഇറങ്ങുമ്പോൾ ഇവര് ചുമച്ച് ശ്വാസം നിലക്കും പോലുള്ള അവസ്ഥ ഉണ്ടാകും, ഭയങ്കര ശബ്ദം വരും. അപ്പൊ ഈ പയ്യന്റെ കമന്റാണ്, തള്ള ഇങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നൂടെ, കുറെ കാലങ്ങൾ വെള്ളം കുടിച്ചാലും കുറച്ചു കാലം കുടിക്കാതെ ജീവിച്ചളിയുന്നാണ്. നമുക്ക് ചിലപ്പോ ചുറ്റിക കൊണ്ട് തലക്കടിച്ചിട്ട് ഓട്ട വീണ് തകർന്നിങ്ങനെ കസേരയിൽ ഇരിക്കുന്ന മൃതദേഹം വെഞ്ഞാറമൂട് കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്.
എനിക്ക് സത്യത്തിൽ അതിലേറെ പെയിനാണ് തോന്നിയത്. ക്യാൻസറിന്റെ രോഗാണുക്കൾ തൻ്റെ ജീവിതം നക്കിയെടുക്കുമ്പോൾ, ഒരിറ്റ് ദാഹജലം കുടിക്കുമ്പോൾ നെഞ്ചത്ത് വന്ന് തടവി കൊടുക്കേണ്ട പേരക്കുട്ടിയുടെ ഡയലോഗാണിത്. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ മകന്റെ കാര്യം പറഞ്ഞു, പേരക്കുട്ടിയുടെ കാര്യം പറഞ്ഞു, വാപ്പാന്റെ കാര്യം പറഞ്ഞു, അല്ലേ, ഭർത്താവിന്റെ കാര്യം പറഞ്ഞു. ഇനി ഇതിലേറെയുണ്ട്, ഇതിന്റെ അപ്പുറമുണ്ട്. എന്താ, ഭർത്താവിനോട് പറയാൻ വയ്യ, ആരോടും പറയാൻ വയ്യ. അങ്ങനത്തെ കാര്യങ്ങൾ പൊതുവെ ആളുകൾ പീസ് റേഡിയോയിലേക്ക് അയക്കും. ഭർത്താവ് മരുമകളുടെ അടുത്തേക്ക് വളരെ തെറ്റായ വിചാരത്തോടും നിലപാടോടും കൂടി നിരന്തരം ചെല്ലുക. ഭർത്താവിനോട് നാട്ടിലേക്ക് വരാൻ പറഞ്ഞ ഭർത്താവ് വരൂല, കാര്യം പറയാൻ വയ്യ. ഇങ്ങനെയൊക്കെയുള്ള 100 കൂട്ടം പ്രതിസന്ധികളിൽ യഥാർത്ഥത്തിൽ മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നവുമില്ല എന്ന് വിചാരിക്കുന്ന വീടുകളിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പൊതുവെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ മാസം കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഭർത്താവിന്റെ ഫോണിൽ അയാളുടെ അവിഹിതങ്ങളുടെ ചാറ്റ് ഹിസ്റ്ററി, അയാളുടെ അവിഹിതങ്ങളുടെ കാഴ്ച ഹിസ്റ്ററി ഒരു പെണ്ണ് കാണുന്നു. അവൾ പൊട്ടിക്കരയുന്നു, അവൻ മാപ്പ് ചോദിക്കുന്നു. തുടർച്ചയായ 5 വർഷങ്ങൾ കാണലും മാപ്പ് ചോദിക്കലും തിരുത്തലും പൊട്ടിക്കരയിലായിട്ട് പോയി. അവസാനം അവൾ തീർത്തു പറഞ്ഞു, ഞാനിനി ഇല്ല, ഞാനിനി ഒരിക്കലും ഇല്ല. അങ്ങനെ പറഞ്ഞു കൊടുത്തുനിന്ന് വീണ്ടും ഒരു സന്ധി സംഭാഷണത്തിനൊക്കെ വഴിയൊരുക്കി. അയാള് നിലവിളിച്ച് കരഞ്ഞ് ആർത്ത് കരഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ ഓടി വരുന്ന മാതിരി അയാൾ ആർത്ത് കരഞ്ഞ് പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോ ഒക്കെ തിരുത്തി എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിനെ നമ്മൾ പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവസാനം എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന വ്യക്തിയുടെ അയാൾക്കറിയാത്ത ഒരു ഫേക്ക് ID വെച്ച് ആ കുട്ടി നമുക്ക് കാണിച്ചു തരാണ്. എന്താ, കഴിഞ്ഞ മാസം 300 അയാളുടെ വൃത്തികെട്ട സ്ത്രീകളെ ഫോളോ ചെയ്തത്, ഇപ്പൊ 2000 നിങ്ങളോട് സംസാരിച്ച അന്ന് രാത്രി പുതിയ 80 ആളോട് സംസാരിച്ചു. ഇനി വേണമെങ്കിൽ നിങ്ങൾ ഇന്നെടുത്തു നോക്കിക്കോ, ഒന്ന് രാവിലെ ഇങ്ങോട്ട് പോരിന് മുമ്പ് നോക്കിയിട്ടുണ്ടാകും. വൃത്തികെട്ട തനിക്കാരാണെന്നറിയാത്ത സ്ത്രീകളുമായുള്ള വീഡിയോ ചാറ്റുകൾ. ഇതൊക്കെ സഹിച്ച് തൻ്റെ മക്കളല്ലേ എന്ന് വിചാരിച്ച് ജീവിക്കുന്ന സ്ത്രീജനങ്ങൾ. കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഭർത്താവ് ലഹരി ബാധിതനാണെന്ന് അറിഞ്ഞിട്ടും ശരിയായിക്കോളും മാറിക്കോളും എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകൾ. അപ്പൊ നമ്മളൊക്കെ വളരെ കൃത്യമായി ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും എന്താണെന്നറിയോ? പലപ്പോഴും വലിയ വീടുകളും വലിയ സൗകര്യങ്ങളും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. ജീവിതങ്ങളൊക്കെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലൂടെയും ഇത്തരം വിഷമകരമായ സാഹചര്യങ്ങളിലൂടെയുമാണ് കടന്നു പോകുന്നത്. ഇവിടെ നമ്മൾ വളരെ കൃത്യമായ ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകണം എന്നാണ് ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ നിലപാടുകളൊക്കെ അട്ടിമറിക്കുന്നത് ആരാണ്? നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിമറിയുന്നത് എവിടെയാണ്? നാട്ടിൻ പുറത്തെ പട്ടണങ്ങളിലെ വാർത്തകളിലെ ഓരോ വിവരങ്ങളും നമ്മുടെ വീട്ടിലേക്ക് എത്തും വിധമുള്ള കാര്യങ്ങൾ രൂപപ്പെടുന്നത് എവിടുന്നാണ്? ഇതിന്റെ സ്രോതസ് തിരിച്ചറിയാതെ ഒരിക്കലും നമുക്ക് കാര്യങ്ങൾ അഭിസംബോധന ചെയ്യാൻ പറ്റൂല. ഞാൻ പറയണത്, നമ്മുടെ കയ്യിലുള്ള സ്ക്രീനാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. ഇവിടുത്തെ ഡിവോഴ്സുകളുടെ കാരണം, അവിഹിതങ്ങളുടെ കാരണം, ഇവിടുത്തെ വമ്പിച്ച കടങ്ങളുടെ കാരണം, എന്ത് നിങ്ങൾ എടുത്തോ, ഇതിന്റെയൊക്കെ അസ്ലിയായ സബബ് കിടക്കുന്നത്, അടിസ്ഥാന കാരണം കിടക്കുന്നത് എവിടെ അറിയോ? നമ്മളെ കയ്യിലുള്ള സ്ക്രീനിലാണ്. ഞാനിത് വെറുതെ പറയണല്ല, കൃത്യമായ ചില തെളിവുകൾ വെച്ച് തന്നെ ഞാൻ ഈ വിഷയത്തിലേക്ക് വരികയാണ്. നോക്കൂ, നിങ്ങൾ ഗൂഗിളിന്റെ ഡിസൈൻ എത്തിക്സ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന എന്ന് പറഞ്ഞാൽ ഗൂഗിൾ എന്ന സംവിധാനത്തിന്റെ ഒരു എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചുമതല നൽകിയിരുന്ന, സമൂഹത്തെ അത്രയും ശക്തമായി ബാധിക്കുന്ന ഒരു സംഭവം എന്നുള്ള നിലയ്ക്ക് ഒരു ഓഫീസർ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഫോർമർ ഹെഡായിരുന്ന ടിസൺ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു കോട്ടിംഗ് ഉണ്ട്: ഇഫ് യു ആർ നോട്ട് പേയിങ് ഫോർ ദ പ്രൊഡക്റ്റ്, യു ആർ ദ പ്രൊഡക്റ്റ്. അല്ലെങ്കിൽ ഇഫ് യു ആർ ഗെറ്റിംഗ് സംതിങ് ഫ്രീ, യു ആർ എ പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് വല്ലതും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൊഡക്റ്റാണ്. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വെറുതെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൊഡക്റ്റാണ് എന്നാണ് അദ്ദേഹം നടത്തിയ പരാമർശം. നമ്മൾ ഫേസ്ബുക്കിനും വാട്സാപ്പിനും യൂട്യൂബിനും ട്വിറ്ററിനും ഒന്നും നമ്മൾ പൈസ കൊടുക്കണില്ല, അല്ലെ? നിങ്ങൾ യൂട്യൂബിന് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന പരസ്യത്തിന്റെ അളവിനും കൃത്യമായ എണ്ണമുണ്ട്.
നിങ്ങൾക്ക് കാണണ്ടാന്ന് തീരുമാനിച്ച ഒരു ആഡും നിങ്ങൾ കാണൂല. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ എടുക്കണം എന്നാണ് ഞാൻ പറയാം. പെയ്ഡ് ഓപ്ഷൻ ഉണ്ട്, പെയ്ഡ് ഓപ്ഷൻ ചെറിയ പൈസയുള്ളൂ. ഫാമിലി പാക്കേജ് എടുത്താൽ വലിയ ഫിത്തനകളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. ഒരു യൂട്യൂബ് പോലുള്ള ഒരു കമ്പനിക്ക് വേണ്ടി പരസ്യം പറയാൻ മാത്രം വലിയ ദുരന്തങ്ങൾ നടക്കണുണ്ട് അത് പറയണത്, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പറയില്ല. അപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ വാട്സാപ്പും ഫേസ്ബുക്കും ഇത്തരം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ സത്യത്തിൽ നമ്മളെ ഒരു പ്രൊഡക്റ്റായി നമ്മളെ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു വലിയ സാഹചര്യം അവിടെ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, എന്താണ് ഇവർ ചെയ്യുന്നത്? നമ്മുടെ വ്യക്തിത്വത്തെയാണ് യഥാർത്ഥത്തിൽ ഇവര് കൈകാര്യം ചെയ്യുന്നത് എന്നാണ്. ഗ്രാജുവലി, ക്രമേണ യുവർ ബിഹേവിയർ ദാറ്റ് ഈസ് ദ പ്രൊഡക്റ്റ്. നിങ്ങളുടെ ബിഹേവിയറിനെ, നിങ്ങളുടെ പെരുമാറ്റത്തെ, നിങ്ങളുടെ സ്വഭാവത്തെ, നിങ്ങളുടെ സമീപനത്തെ, നിങ്ങളുടെ കാഴ്ചപ്പാടിനെ അത് അട്ടിമറിക്കുന്നുണ്ട്. അത് നിങ്ങൾ അറിയണില്ല. നിങ്ങളുടെ രീതികളെയൊക്കെ തന്നെ അത് അട്ടിമറിക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങളത് അറിയണില്ല. അറിയാത്ത വിധത്തിൽ അത് നിങ്ങളുടെ പെരുമാറ്റത്തെയും സമീപനത്തെയും ഒക്കെ കൃത്യമായി കൈകാര്യം ചെയ്തു പോകുന്നുണ്ട് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയാണ്. സോഷ്യൽ ഡെലീമ എന്നുള്ള പേരിൽ നെറ്റ്ഫ്ലിക്സിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട ഒരു ഡോക്യുമെന്ററി ഉണ്ട്. ആ ഡോക്യുമെന്ററിയിൽ ഉള്ള ആളുകളെ കണ്ടാൽ ടീഷർട്ട് ഇട്ടിട്ട് ഫ്രീക്ക് ചങ്ങാതിമാരായിട്ട് നമുക്ക് ഇങ്ങനെ തോന്നും. ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും തോന്നൂല. പക്ഷേ അവരുടെ ഡെസിഗ്നേഷൻ പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാകുക, ഗൂഗിളിന്റെ എത്തിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫോർമർ ഹെഡ്, ഫേസ്ബുക്കിന്റെ ഫൗണ്ടർ ഡയറക്ടർ, അതുപോലെ തന്നെ ഫേസ്ബുക്കിന് ലൈക്ക് ബട്ടൺ ഉണ്ടാക്കിയ ആള്, ഇങ്ങനത്തെ ആളുകളൊക്കെയാണ്. ഈ സാധനം ലോകത്തുണ്ടാക്കി തീർക്കുന്ന ദുരന്തങ്ങളുടെ കഥകളും വാർത്തകളും കേട്ടിട്ട് ഞങ്ങളൊക്കെ കൂടി ചെയ്ത ഒരു സാധനം ഈ ജനതയെ തകർക്കുന്നു എന്ന കുറ്റബോധത്തിൽ നിന്ന് അവർ തുറന്നു പറഞ്ഞ് പുറത്തിറങ്ങി വന്നിരിക്കുകയാണ്. ഇതിന്റെ സ്ട്രാറ്റജി സെറ്റ് ചെയ്യണം. അഥവാ നിങ്ങള് ഫേസ്ബുക്കിൽ തന്നെ നിങ്ങളെ തളച്ചിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനത്തിനാണ് അൽഗോരിതം എന്ന് പറയാം കേട്ടോ. ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ കുറച്ച് പ്രായമുള്ള ആളുകൾക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നിങ്ങളിത് മനസ്സിലാക്കിയെടുക്കണം. ഇത് പറയണോ വേണ്ടേന്ന് ആലോചിച്ചിട്ട് പറയണം ഞാൻ തീരുമാനിച്ചിട്ടാ പറയണത്. ഇത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഒന്നുമില്ല. ഇപ്പോ നിങ്ങളുടെ ഫോണില് ഇപ്പോ നിങ്ങളിങ്ങനെ പറയണേ, എൻ്റെ ഫോണിന്റെ ഹെഡ്സെറ്റ് ഒന്ന് മാറ്റണം. ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഫോണിന്റെ ഒരു ഹെഡ്സെറ്റ് വാങ്ങണം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നിങ്ങളെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലൊക്കെ നിങ്ങളുടെ ഫോണിന് വേണ്ട ആഡ് വന്നിട്ടുണ്ടാവും. നിങ്ങൾ ചില പ്രൊഡക്റ്റുകളെ കുറിച്ച് സംസാരിച്ചാൽ വന്നിട്ടുണ്ടാവും. എന്നാൽ അത്ര നമ്മളെ മാർക്ക് ചെയ്തിട്ടാണ് പരിപാടി. നമ്മൾ എന്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഈ ആപ്പുകളുടെ ഒക്കെ കൂടെ ചോദിക്കും, നിങ്ങളുടെ മൈക്രോഫോൺ അലോ ചെയ്യണോ? നമ്മളെല്ലാറ്റിനും അലോ 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 എന്ന് ഞെക്കി കൊടുക്കലാണ്, അനുവദിച്ചു കൊടുക്കലാണ്. നമ്മൾ ഈ സംസാരിക്കുന്ന ഡാറ്റ ഫുൾ എടുത്തിട്ട് ഇത് കൃത്യമായി വേർതിരിച്ച് നമ്മൾ എന്നുള്ള വ്യക്തിനെ ശരിക്കും മനസ്സിലാക്കിയിട്ട് 100% മൂക്കയറിട്ടിട്ടാണ് കൊണ്ടുപോണത്. എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും ആ സാധനം വാങ്ങുമ്പോൾ അതാണ് നല്ലത് എന്നുള്ള തോന്നലിന്റെ പിന്നിൽ കൃത്യമായ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വർക്കൗട്ട് ആകുന്നുണ്ട്. ഇത്ര സൂക്ഷ്മമാണ്. തിരൂരിലെ ഇന്ന ബിൽഡിങ്ങിൽ താമസിക്കുന്ന വ്യക്തികളെ ഫോക്കസ് ചെയ്യണമെന്ന് അമേരിക്കയിൽ നിന്ന് ഒരാൾ തീരുമാനിച്ചാൽ ആ ബിൽഡിംഗ് ഷാർപ്പായിട്ട് ഫോക്കസ് ചെയ്ത് അവർക്ക് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന അത്ര സൂക്ഷ്മമായി സോഷ്യൽ മീഡിയ വളർന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഫോൺ യൂസേജ് ഒന്ന് ശ്രദ്ധാപൂർവമല്ലാത്ത രീതിയിലേക്ക് പോയാൽ പലപ്പോഴും സംഭവിക്കാൻ പോകുന്ന കാര്യം നമ്മുടെ നിലപാടുകൾ നമ്മൾ വിചാരിക്കും നമ്മൾ തന്നെയാണ്, അതൊക്കെ വേറുള്ളവനെ നമ്മൾ തലയിൽ വെച്ചിരുന്നതായിരിക്കും. വേറുള്ള ആളുകൾ നമ്മുടെ തലയിലേക്ക് വെച്ചിരുന്നത് നമ്മൾ പതുക്കെ എടുത്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളുടെ ഉള്ളിലേക്ക് വളരെ ശക്തമായ രീതിയിൽ ഇത്തരം കാഴ്ചപ്പാടുകൾ വളർന്ന് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇതിൽ നോക്കൂ നിങ്ങൾ, ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പ്രശ്നങ്ങളായി തോന്നുന്നത് ഞാൻ എണ്ണി പറഞ്ഞു പോകാം. ഇതിൽ നിങ്ങൾ നോക്ക്, ഇപ്പോൾ മാറുന്ന ഒരു കുടുംബ വീക്ഷണാണ് കുടുംബത്തിന്റെ ഉള്ളിലേക്ക് ചുരുങ്ങിപ്പോണൊരു കാര്യം. ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മക്കളും ഇങ്ങനത്തെ ഒരു വീക്ഷണത്തിലേക്ക് പൊതുവെ വരികയാണ്. ഒരു വലിയ തറവാടും ആ തറവാടിന്റെ ലോകവും അങ്ങനത്തെ ഒരു സാധനം എവിടെയുള്ള കുടുംബ വീടുകളിലേക്കുള്ള സന്ദർശനം എവിടെയുള്ള അമ്മായിന്റെ അമ്മായി അങ്ങനെ പണ്ടുള്ള ആ ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ട്. നമ്മളെ മക്കൾക്ക് ആരെയാണ് അറിയാം?
തികച്ചും ഒരു അണുകുടുംബത്തിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോണ ഒരു അവസ്ഥ ഉണ്ട്. ഒരു പെരുന്നാളിന് പോലും നമ്മൾ എങ്ങോട്ടാ പോവുക? ഒരു പെരുന്നാളിന് പോലും എല്ലാവരുടെയും എവിടേക്കെങ്കിലും ടൂറാ പോവുക. വയ്യാതെ എടുക്കണ അമ്മായി ഉണ്ടാകും, മൂത്തമ്മ ഉണ്ടാകും, കുടുംബക്കാരുണ്ടാകും, അവിടേക്കൊന്നും പോണ പരിപാടിയില്ല. ഈ ഒരു അണുകുടുംബ സംവിധാനത്തെ ഫിലിമുകളിലൂടെ, റീലുകളിലൂടെ, ഷോർട്സുകളിലൂടെ അതിശക്തമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അതിശക്തമായി പ്രചരിപ്പിച്ച അങ്ങനത്തെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കൃത്യമായി പഠിപ്പിച്ചു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അഥരിഹി ഫല്യസിൽ റഹിമഹു. ആരെങ്കിലും അവന്റെ ആയുസ്സിന് വർധനവ് കിട്ടണമെന്നും അവന്റെ സമ്പത്തിൽ വർധനവ് കിട്ടണമെന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ കുടുംബബന്ധം പുലർത്തട്ടെ എന്നാണ്. മാത്രല്ല, കുടുംബബന്ധം സ്വർഗത്തിലേക്ക് ഒരു വ്യക്തിയെ, കുടുംബബന്ധ വിച്ഛേദം ഒരു വ്യക്തിയുടെ സ്വർഗത്തെ നഷ്ടപ്പെടുത്തുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, കുടുംബം ഉണ്ടാകുന്നത് എവിടുന്ന? വിവാഹത്തിൽ നിന്നാണ്. കുടുംബം ഉണ്ടാകുന്നത് വിവാഹത്തിൽ നിന്നാണ്. വിവാഹത്തോടൊരു നോ പറയുന്ന പുതിയൊരു കൾച്ചറിലേക്ക് നമ്മുടെ തലമുറകൾ എത്തിയിരിക്കുകയാണ്. കുട്ടികളോട് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞാൽ എന്താ പറയാ? +2 പ്രായത്തിൽ നമ്മൾ പറയൽ തുടങ്ങും, ഡിഗ്രി കഴിയാതെ നിങ്ങൾ ആലോചിക്കന്നെ വേണ്ടെന്നറിയും. ഡിഗ്രി കഴിഞ്ഞാൽ പറയും PG കഴിയട്ടെ, PG കഴിഞ്ഞാൽ പറയും ജോലി കിട്ടട്ടെ, ജോലി കിട്ടിയാൽ പറയും ഇരിക്ക് കല്യാണമൊന്നും വേണ്ട. എത്ര കുടുംബങ്ങളിൽ ഉമ്മമാര് കരഞ്ഞ് ജീവിക്കുന്നുണ്ട്. എത്ര ആൺകുട്ടികൾ കല്യാണ കാര്യത്തിൽ ഇത്തരം ഒരു വിഷയത്തിലേക്ക് വരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, വളരെ തെറ്റായ നരേഷനാണ് കല്യാണത്തിനെതിരിൽ നടക്കുന്നത്. കോമഡി ഷോകളിൽ, ഫിലിമുകളിൽ, ട്രോളുകളിലൊക്കെ കേട്ടോ. നമ്മൾ ഈ വയനാട് ഇഷ്യൂ, അവിടെ ദുരന്തം കത്തിപ്പടർന്ന കാലത്ത് ഞാൻ കണ്ടൊരു വീഡിയോ ഉണ്ട്. അതിന്റെ താഴെയുള്ള കമന്റും ഉണ്ട്. ഒരു മനുഷ്യന്റെ മക്കളും പേരക്കുട്ടികളും ഒക്കെ പോയി. ഭാര്യന്റെ വീട്ടിലായതുകൊണ്ട് ഭാര്യ രക്ഷപ്പെട്ടു, മൂപ്പരും രക്ഷപ്പെട്ടു. ഞാനോ അവള് മാത്രമേ ഉള്ളൂ. വയസ്സാം കാലത്ത് ഞങ്ങൾക്ക് ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ കരയുമ്പോ താഴെ ഒരു ചങ്ങാതിന്റെ കമന്റ്, കമ്പ്യൂട്ടർ മുഴുവൻ എന്താ പറയാ, അത് കംപ്ലീറ്റ് അതിലുള്ളതൊക്കെ ഒഴിവാക്കിയിട്ടും വൈറസ് പോയില്ലല്ലേ. കമ്പ്യൂട്ടർ മുഴുവൻ അതിലുള്ളതൊക്കെ ഒഴിവാക്കിയിട്ടും വൈറസ് പോയില്ലല്ലേ. അപ്പോ എന്താണ് ഇപ്പോ അവിടെ ഭാര്യക്ക് കൊടുക്കണ ഒരു ഇത്? ഭാര്യക്ക് കൊടുക്കുന്ന ഒരു പൊസിഷനാണത്. നമുക്ക് തോന്നും ഇതൊന്നും എവിടെയും ബാധിക്കൂല. സ്കിറ്റുകളിലും കോമഡികളിലും കഥകളിലും ഒക്കെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു വണ്ടിയും വിലയായിട്ട് ചിത്രീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു അല്ലെ. കബറിങ്ങ ചെന്നിട്ട്, ഭർത്താവിന്റെ കബറിങ്ങ ചെന്നിട്ട് ഭാര്യ പറയാ, ഭർത്താവിന്റെ കബർ ഒന്നുമില്ല, ഞങ്ങൾ ട്രോൾ എന്ന് വെറുതെ കൊടുത്താൽ കിട്ടും. ഞാൻ അങ്ങനെ കൊടുത്തപ്പോൾ കിട്ടിയതാണ് ഞങ്ങളോട് പറയണത്. 1000 സാധനം കിട്ടാനുണ്ട്. ഭാര്യ എന്നിട്ട് പറയണേ, എന്താ നമ്മളെ മോൾക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ വേണം, നമ്മളെ മോനെ ഒരു ബൈക്ക് ബുള്ളറ്റ് വാങ്ങണം, എനിക്ക് കുറച്ച് സ്വർണം വാങ്ങണം. അപ്പൊ ഭർത്താവ് കബർന്ന് പറഞ്ഞു എന്നാണ്, എടി ഞാൻ ദുബായിക്ക് പോകുന്നതല്ല, ഞാൻ കബറിലാണ്. ഇപ്പൊ ഈ ഭാര്യ എന്ന് പറയുന്നത് ഇതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക ജീവിയാണെന്ന് മനസ്സിലാക്കുന്നിടത്തേക്ക്. ഇനി സ്ത്രീകളാണെങ്കിലോ ഇതൊരു വണ്ടിയും വലയാണ്. ഇപ്പോ സാധാരണ ഈ സർക്കാർ സ്കൂളുകളിലും മറ്റു ഓഫീസുകളിലൊക്കെ ടൂറിന്റെ കാര്യം വരുമ്പോ ഭർത്താവില്ലാതെ ഭാര്യയില്ലാതെ ടൂർ പോണതാ ട്രെൻഡ്. ഒറ്റക്ക് ടൂർ പോണതാ ട്രെൻഡ്. അതൊക്കെ ഒരു കെട്ടുപാടാണ്, അതൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ളിടത്തേക്ക് നമ്മുടെ ആളുകൾ കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. അപ്പോ വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം കഴിക്കാത്ത കുട്ടികളോട് ഞാൻ പറഞ്ഞുതരാം, എന്തറിയോ, എന്തുകൊണ്ട് കല്യാണം കഴിക്കണം. ഒരു 3-4 മിനിറ്റ് എടുത്തിട്ട് പറയാം. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് നമ്മളെ ചോയ്സ് ഒന്നുമല്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ഒരാള് ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ കല്യാണം കഴിക്കുക എന്നുള്ളത് ഫറളാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് എന്നിട്ട് പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് കേട്ടിട്ട് 1-2-3 ആൾ തീരുമാനം എടുത്തതിൽ ഒരാളെടുത്ത തീരുമാനം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കണില്ല, ഞാൻ ഫുള്ള് ഇബാദത്തിന് വേണ്ടി ജീവിതം ചെലവഴിക്കുകയാണെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞ്, നീ എന്നെക്കാളും വലിയ മുത്തഖിയാകണ്ട, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഞാൻ കുടുംബത്തോടൊപ്പം ജീവിച്ചിട്ടുണ്ട്, ഞാൻ ആരാധനകൾ നിർവഹിച്ചിട്ടുണ്ട്, അതനുസരിച്ച് ചെയ്താൽ മതി എന്നാണ്. അപ്പൊ ഒരിക്കലും ഇസ്ലാം പറഞ്ഞതല്ല എന്ത് വിവാഹം കഴിക്കാത്തൊരു ജീവിതം എന്ന് പറയുന്നത്. മാത്രല്ല ഒരു വ്യക്തിയുടെ വിശ്വാസം പൂർണ്ണമാകുന്നത്, രണ്ടാമത്തെ കാര്യത, മൻ തസവ്വജ ഫഖദ് ഇസ്തക്മല നിസ്ഫദ്ദീനി, ഒരാൾ കല്യാണം കഴിച്ചാൽ മാത്രമേ അയാളുടെ ദീനിന്റെ പകുതി പൂർത്തിയാകുള്ളൂ. ഫല്ലത്തഖില്ലാഹ ഫിന്നിസ്ഫിൽ ബാഖി, ഇനിയൊരു ബാക്കിയുണ്ട്, അതിലാണ് തഹജ്ജുദും, അതിലാണ് തറാവീഹും, അതിലാണ് ഖുർആൻ പാരായണവും, അതിലാണ് നിസ്കാരവും, ബാക്കിയൊക്കെ പകുതി കല്യാണം കഴിക്കുന്നതിൽ പൂർത്തിയാകണമെന്ന. ശരിയാം വിധം വിവാഹം കഴിച്ച ഒരു വ്യക്തിക്ക്
അയാളുടെ ജീവിതത്തിന് കിട്ടുന്ന ഒരു വല്ലാത്ത സുരക്ഷിതത്വവും സംതൃപ്തിയും സന്തോഷവും സമ്പൂർണതയുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അയാളുടെ ഒരുപാട് സ്വിച്ച് ഓഫ് ആയിരിക്കും, അയാളുടെ കണ്ണുകൾ നിൽക്കേണ്ടടുത്ത് നിൽക്കും. അതാണ് വിവാഹത്തിന്റെ ലക്ഷ്യമായി ഇസ്ലാം പഠിപ്പിച്ചത്. യാ മഅ്ശറ ശബാബ്, ഓ ചെറുപ്പക്കാരെ, മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅത ഫലതസവ്വജ്, നിങ്ങൾക്ക് ലൈംഗിക താല്പര്യങ്ങൾ വരുന്നൊരു പ്രായമെത്തിയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പെണ്ണിനെ പോറ്റാനുള്ള അവസ്ഥ എത്തിയാൽ നിങ്ങൾ വേഗം കല്യാണം കഴിക്കുക. PSC കിട്ടട്ടെ മോന്, PSC കിട്ടട്ടെ മോന്, ജോലി കിട്ടട്ടെ, ഓൻ വല്ലതും ഉണ്ടാക്കിക്കൊണ്ടിരട്ടെ, അല്ലേ? ഒരു പോങ്ങ ചോറും കൂടി അവിടെ ആവശ്യം, ഒരു പോങ്ങ അരിയും കൂടി അവിടെ ആവശ്യമുള്ളൂ. എന്നിട്ട് കുറെ നിബന്ധന പറഞ്ഞ് പെൺകുട്ടികളെ കല്യാണ കാര്യത്തിൽ ഭയങ്കര ബേജാറുള്ള രക്ഷിതാക്കൾ പലപ്പോഴും ആൺകുട്ടികളെ കല്യാണക്കാരും ശ്രദ്ധിക്കാറില്ല. ആൺകുട്ടികളെ കല്യാണക്കാരും ശ്രദ്ധിക്കാറില്ല. അവർക്ക് ആവശ്യം ഉണ്ടാകും, അവര് പല തെറ്റായ കാര്യങ്ങളിലേക്കും പോകും. വയസ്സങ്ങനെ നീണ്ടുപോയിട്ടുണ്ടാകും. ചിലപ്പോൾ പെങ്ങളെ കല്യാണം കഴിക്കാത്തതുണ്ടാകും. അതൊക്കെ ഒരു വേദന തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അവനെ കൂടി നമ്മൾ വേദനിപ്പിക്കേണ്ടതില്ല, വിഷമിപ്പിക്കേണ്ടതില്ല. അത് പെങ്ങളും കൂടി ഇടപെട്ട് ചെയ്യേണ്ടതാണ് ദീനിന്റെ ഭാഷയിൽ നോക്കുമ്പോൾ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, മതപരമായ ബാധ്യതയാണിത്. മറ്റൊരു കാര്യം എന്താ അറിയോ, ഇതിലൂടെ കിട്ടേണ്ട ഒരു മനഃശാന്തിയും സമാധാനവും ഉണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞതാണത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ. അള്ളാന്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് എന്ത്? നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഇണയെ അവൻ ഉണ്ടാക്കി തന്നു, അല്ലെ? താനൂരുള്ള ഒരിക്കലും അറിയാത്ത ഒരു വ്യക്തിനെ തിരൂരുള്ള ഒരു വ്യക്തി കല്യാണം കഴിക്കുകയാണ്. ചില ആളുകളൊക്കെ പറയും, കുട്ടികളൊക്കെ എങ്ങനെ വിചാരിച്ചു വെക്കൂ, എന്ത് അറേഞ്ച്ഡ് മാരേജ് അല്ല അഫെയർ മാരേജാ നല്ലത്. എന്താ അഫെയർ മാരേജ്? സ്കൂളിൽ, കോളേജിൽ, ക്യാമ്പസിൽ നീണ്ട വർഷങ്ങൾ പരസ്പരം പരിചയപ്പെട്ട് അങ്ങനെ 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 ജീവിച്ച് എല്ലാം മനസ്സിലാക്കിന്റെ ശേഷം ജീവിതത്തിലേക്ക് വരിക. എന്നിട്ടോ അവസാനം ആസിഡ് മുഖത്ത് വെച്ചിട്ട് ശരിയാക്കുക, അല്ലെങ്കിലോ കഷ്ണം കഷ്ണാക്കിയിട്ട് പെട്ടിയിലാക്കിയിട്ട് തോട്ട് കൊണ്ടിടുക. അതല്ലേ നടക്കണേ? എന്നാലോ ഖുർആൻ പറയാണ്, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണയെ തന്നിരിക്കുന്നു നിങ്ങളിൽ നിന്ന്. അത് ശരിയാം വിധം നടക്കുകയാണെങ്കിൽ പടച്ചോൻ എന്ത് ചെയ്യും? അത് ദൃഷ്ടാന്താണ്. അതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞത് രാവും പകലും മാറി വരുന്നത് ദൃഷ്ടാന്താണെന്നാണ്. രാവും പകലും മാറി വരുന്ന ദൃഷ്ടാന്തം, സൂര്യനാകുന്ന ദൃഷ്ടാന്തം, അതുപോലത്തെ ഒരു ദൃഷ്ടാന്താണ് എന്ത്? ഇസ്മായിലും ഫാത്തുമ കുട്ടിയും തമ്മിൽ വിവാഹിതരാകുന്നു എന്നത് അതിനു മാത്രം പോകുന്ന ദൃഷ്ടാന്താന്ന ഖുർആന്റെ പ്രയോഗം. അവിടെ നിൽക്കാൻ പഠിക്കണം. അവിടെ എന്ത് ചെയ്യുന്നു? വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ കാരുണ്യത്തെയും സ്നേഹത്തെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. കാരുണ്യവും സ്നേഹവും പടച്ചോൻ ഉണ്ടാക്കി തന്നിരിക്കുന്നു. പ്രണയം പടച്ചോൻ കൽബ് കിട്ടേണ്ടതാണ്. അത് നമ്മളിങ്ങനെ വിസിലടിച്ച് അതിങ്ങനെ എന്താ പറയാ പൗഡർ ഇട്ട് മിനുക്കി ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്ന്, ബസ്സിൽ കാത്തുനിന്ന്, അപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് മെസ്സേജ് അയച്ച്, ഇപ്പുറത്ത് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ച് ഉണ്ടാക്കേണ്ടതല്ല. ചെറിയ കുട്ടികളോട് ഞാൻ പറയാണ്, വിവാഹപ്രായമെത്തിയ ആൾക്കാരോട് പറയാണ്, അത് പടച്ചോൻ ശ്വാസവായു പോലെ കൽബിലേക്ക് ഇട്ട് തരേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എന്താ, ചെത്തിത്തേക്കാത്ത നിലത്ത്, പുൽപ്പായയിൽ ഓടുമേയാത്ത പിന്നെ വൈക്കോല് മേഞ്ഞൊരു വീട്ടിൽ തനിക്ക് അള്ളാഹു തന്ന ഇണയുടെ കൂടെ കീറിയ പുതപ്പിനുള്ളിൽ തണുത്ത രാത്രിയിൽ ഉറങ്ങുന്ന ഒരാൾക്ക് കിട്ടുന്ന ജീവിതത്തിലെ ആസ്വാദനവും സുഖവും ലൈംഗിക സംതൃപ്തിയൊന്നും അങ്ങ് UAE-യിലെ 7 സ്റ്റാർ ഹോട്ടലിന്റെ മിന്നിത്തിളങ്ങുന്ന വെളിച്ചത്തിന്റെ താഴെ സ്വപ്ന സുന്ദരിയുടെ കൂടെ ഉറങ്ങുന്ന ഒരാൾക്ക് കിട്ടൂല. അത് കൽബിൽ റബ്ബ് ഇട്ട് കൊടുക്കേണ്ടതാ. വികലാംഗയായ ഒറ്റക്കണ്ണിയായ തന്റെ ഭാര്യയുടെ കൂടെ, അല്ലെങ്കിൽ കാഴ്ച പരിമിതനായ പ്രതിസന്ധിയുള്ള ഡിസേബിളായ തന്റെ ഭർത്താവിന്റെ കൂടെ ഒരു പെണ്ണ് ജീവിക്കണാണുമ്പോ നമ്മൾ പറയാ അതൊന്നും ഓക്ക് യോജിച്ചതല്ലോ. അവരത്രയും ആസ്വദിക്കുന്നുണ്ടാകും, അവരത്രയും ആഘോഷിക്കുന്നുണ്ടാകും. എനിക്കറിയണ ചില കുടുംബങ്ങളൊക്കെ ഉണ്ട്. എന്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്. അയാളുടെ ഭാര്യയെ കുറിച്ച് പറയുന്ന കേട്ടാല് നമുക്കിങ്ങനെ കോരിത്തരിക്കും. എന്താ, അവരത്രയും ഹൃദയബന്ധമുള്ള ആളുകളാണ്. ഇത് റബ്ബിട്ടേണ്ടതാ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ ഒരു 6 മാസമൊക്കെ ഇത് കിട്ടുള്ളൂ, അല്ലെ? ഈ ഭർത്താവ് മരിച്ചതിന് ശേഷം ഭാര്യ തനിച്ചാകുമ്പോ, ഭാര്യ മരിച്ചതിന് ശേഷം ഭർത്താവ് തനിച്ചാകുമ്പോ, അങ്ങനെയുള്ള വാപ്പാന്റെയും ഇമ്മാന്റെയും കാര്യത്തിലൊക്കെ നമുക്ക് വലിയ ദൗത്യമുണ്ട്. 92 വയസ്സായ വാപ്പാന്റെ റൂമില് 80 വയസ്സായ അമ്മ എണീക്കാൻ കഴിയാതെ അർദ്ധബോധാവസ്ഥയിൽ കഴിയുമ്പോ ഒരു ദിവസം ഉമ്മ മരിക്കുകയാണ്. 92 വയസ്സായ വാപ്പ ജീവിച്ചിരിക്കെ നമ്മൾ ചിന്തിക്കും, ഈ 92 വയസ്സായ വാപ്പാക്ക് അർദ്ധബോധാവസ്ഥയിലുള്ള അല്ലെങ്കിൽ ഓർമ്മ മങ്ങിത്തുടങ്ങിയ ഉമ്മാക്ക് എന്താ കൊടുക്കാൻ കഴിയാന്ന്.
നമ്മളെ തെറ്റിദ്ധാരണയാണ്. അവിടെ ഒരു വലിയ സ്വർഗം ആ ഉമ്മ കൊടുക്കുന്നുണ്ട്. അമ്മ അല്ലാതാകണ ദിവസം മുതൽ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാകും. മനസ്സിലായില്ലേ? പ്രായമല്ല, സെക്സ് ഒന്നുമല്ല ഇതിന്റെ മർമ്മം. സെക്സിനൊക്കെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സമയം പോലെ അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ നമുക്ക് വേറെ സമയത്ത് പറയാം കേട്ടോ. ഇതൊക്കെ പബ്ലിക്കായി പഠിപ്പിക്കേണ്ട കാലത്തെ നമ്മൾ ജീവിക്കണേ. കാരണം അത്ര അനുഭവങ്ങൾ ഈ ചെറിയ കാലത്തിനുള്ളിൽ നമ്മളൊക്കെ നേരിട്ട് സാക്ഷിയായിട്ടുണ്ട്. മനുഷ്യന്മാര് തുറന്നു പറയാൻ ഇടമുള്ളിടത്ത് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് വലിയ വിഷയമാണ്. വലിയ വിഷയമാണ്, അതിൽ സംശയമൊന്നുമില്ല. കുട്ടികളൊന്നുമില്ലാതെ ഭാര്യമാരും ഭർത്താക്കന്മാരും മാത്രം വാതിലടച്ച് പറഞ്ഞുകൊടുക്കേണ്ട, പഠിപ്പിക്കേണ്ട വിധം വിഷയങ്ങൾ ദുരന്തപൂർണമാണ്. കാരണം പോൺ വീഡിയോകളിൽ നിന്ന് സെക്സിന്റെ ഉദാഹരണങ്ങൾ തലയിൽ സേവ് ചെയ്ത് ബെഡ്റൂമിലെത്തി തളർന്ന് ജീവിതം തകരുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാർ സൃഷ്ടിക്കപ്പെടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കണം. അതുകൊണ്ട് കല്യാണം കഴിക്കാത്ത കുട്ടികളോട് പറയാണ്, പടച്ചോൻ ഇവിടെ കൽബിന്റെ ഉള്ളിൽ ഇട്ടിരുന്ന ഒരു സുഖമുണ്ട്. ആ സുഖം അത് കല്യാണത്തിലൂടെ മാത്രമേ കിട്ടുള്ളൂ. അത് നമ്മൾ പ്രൊഫൈൽ പിക്ചർ കണ്ടിട്ടും ഹായ് മെസ്സേജ് കണ്ടിട്ടൊക്കെ കെട്ടുകയാണ്. എന്താ മോളെ എനിക്ക് അവന്റെ കാര്യത്തിൽ ഇഷ്ടമായത്? ഈ പ്രണയത്തിലൊക്കെ കുടുങ്ങി വരുന്ന കുട്ടികളോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയണ മറുപടി ആയിട്ട് ഞങ്ങളൊക്കെ ചിരിക്കും, എനിക്ക് അവന്റെ മൂക്ക ഇഷ്ടമായത്. നമ്മൾ അവരോട് ഇങ്ങനെ ചോദിച്ച് അവർക്ക് പറയാനുള്ള അന്തരീക്ഷം കൊണ്ട് ഒരുക്കുമ്പോൾ ആ കുട്ടി ഇങ്ങള് ചിരിച്ചോളി, പക്ഷെ ഭയങ്കര സിൻസിയർ ആയിട്ട് പറയാം. നമ്മളിങ്ങനെ ഷാർപ്പായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഒരു എൻഡിലെത്തിച്ച് അത് തുറക്കുമ്പോൾ പറയും, മുടിയാണ് അവന്റെ നെറ്റിയിലേക്ക് ഇങ്ങനെ കണ്ണിലേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കണം, മുടിയാണ് എനിക്കിഷ്ടമായത്. ഇങ്ങനെ ഉണ്ടാവും. കുട്ടികൾ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്ന കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് ഇന്നതാകണം, എനിക്ക് പൈലറ്റ് ആകണം, എനിക്ക് ഇന്നതാകണം എന്നൊക്കെ പറയുമ്പോൾ റൂട്ടിലേക്ക് പോയാൽ അതിനൊരു വേരിന്റെ ഒരു എൻഡ് ഉണ്ടാവും. ഞാൻ SLC കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടം തരുന്ന ജോഗ്രഫി പഠിക്കാനായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ അൽഹംദുലില്ലാഹ് എനിക്ക് പഠിച്ചോ വലിയൊരു വെളിച്ചം കിട്ടി. ഞാൻ വളരെ 1000 വട്ടം സന്തോഷിക്കുന്ന റൂട്ടിലെത്തി. അത്യാവശ്യം നല്ല സാലറിയുള്ള ജോലി കിട്ടി, നല്ലൊരു സോഷ്യൽ എക്സ്പോഷർ കിട്ടി. എൻ്റെ ഉപ്പയും ഉമ്മയും ആഗ്രഹിച്ചതനുസരിച്ച് ഞാൻ പോയതുകൊണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇന്ന് എനിക്കത് വിലയിരുത്താൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ജോഗ്രഫി പഠിക്കണം എന്ന് വിചാരിച്ചാൽ ഒറ്റ കാര്യം, എനിക്ക് ഗ്ലോബ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഗ്ലോബ് ഇഷ്ടമായതിന് ജോഗ്രഫി പഠിച്ചാൽ നമുക്ക് എന്തൊക്കെ കഥ. ഇങ്ങനെയാണ് പലരും ഇതൊക്കെ തിരഞ്ഞെടുക്കണത്. ജീവിതത്തിലേക്ക് വരേണ്ട ഒരാളെ തിരഞ്ഞെടുക്കണത് എങ്ങനെ? ഓന്റെ മുടി കണ്ടിട്ട്, ഓന്റെ ശബ്ദം കേട്ടിട്ട്, അവന്റെ സംസാരത്തിന്റെ ഫ്ലോ കണ്ടിട്ട്. ഏത് കുട്ടി, നിങ്ങൾക്കൊരാളോട് പുതിയ കാലത്തെ ഭാഷയിൽ പറഞ്ഞ ക്രഷ് തോന്നിയ ഒരു കുട്ടി, ഒരു ചെറുപ്പക്കാരൻ, ഒരു ചെറുപ്പക്കാരി, അവിടെ ഒരു സംഭവം ഉണ്ടാവും. അവിടെ ആ സംഭവം നശിച്ചു പോകുന്ന ഒന്നായിരിക്കും. ഇങ്ങനെ റിങ്ങായിട്ട് തൂങ്ങി നിൽക്കണ മുടി, അത് നരച്ചതൊക്കെ പോയി കശണ്ടേറ്റ് അങ്ങനെ നല്ല ഒരു പറമ്പായിട്ട് ഇങ്ങനെ കാണൂടെ. അപ്പോഴോ ഈ ഇഷ്ടമൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോഴാണ് ഈ തേച്ചു എന്നറിയാം, അപ്പോഴാണ് വേറെ ആളത്തേക്ക് ചാടുക. മനസ്സിലായില്ലേ? എന്നാലോ നിങ്ങൾ നോക്കിപ്പോ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹത്തിന് 1,00,000 ആളിൽ ഒരാൾക്ക് വരുന്ന അസുഖം വന്നു. അപ്പൊ അദ്ദേഹം ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയപ്പോ ഞാൻ ചോദിച്ചു, എന്താണ് ഭാര്യ പറയണമെന്ന് ചോദിച്ചു. അവരെടുത്ത് നമുക്ക് എന്തെങ്കിലും സംസാരിക്കണോ, അവരെ എന്തെങ്കിലും ബോധ്യപ്പെടുത്തണോ, അവർക്കൊരു ആശ്വാസം കൊടുക്കണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചോദിക്കുക. പറഞ്ഞു അവള് വലിയൊരു സംഭവമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് പറഞ്ഞു മൂപ്പര്. അപ്പോഴത്തേനും പേര് കരച്ചിൽ തുടങ്ങിയാണ്. ഞാൻ അവളോട് ചോദിച്ചെടി, ശരിക്ക് ഞാനും നീയും തമ്മിലുള്ളൊരു സെക്സൊക്കെ നടന്നിട്ട് കാലത്രയായി? നിനക്ക് വളരെ ചെറുപ്പല്ലേ? എനിക്കിപ്പോൾ രോഗത്തിൻ്റെ പെയിനും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഫീലിങ്സ് ഒന്നുമില്ല. പക്ഷേ ഒരു മനുഷ്യന് വായു പോലെ, വെള്ളം പോലെ, വിശപ്പ് പോലുള്ളൊരു സംഗതി അല്ലത്. നീ ഇത്ര അനുഭവിക്കണില്ലേ, എനിക്ക് കഴിയണില്ല ആലോചിക്കാനെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയാ, അവൾ എന്നെ ഇങ്ങനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. എനിക്ക് ആ കാഴ്ച പോണില്ല. നിങ്ങൾക്കറിയോ, നിങ്ങൾ ഈ തളർന്ന് ഇങ്ങനെ തൂങ്ങിയ ചുണ്ടിങ്ങനെ പിടിച്ചിട്ട് ഞാൻ കഞ്ഞി ഇങ്ങനെ ഒഴിച്ചു തരൂലേ, അപ്പം നമ്മൾ പുതപ്പിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ കിട്ടുന്നതിലേറെ സുഖം എനിക്ക് കിട്ടുന്നുണ്ട്. ഈ രോഗം മാറൂല എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. ഈ രോഗം മാറാതെ ഒരു 50 കൊല്ലം എനിക്ക് നിങ്ങളെ കിട്ടണം നോക്കാൻ. ഇതെവിടുന്ന് കിട്ടുള്ളൂ നിങ്ങൾ? അത് വാപ്പിയമ്മയൊക്കെ അന്വേഷിച്ച് സൂക്ഷ്മമായി പരിശോധിച്ച് അങ്ങനെ വന്ന കല്യാണത്തിലേ കിട്ടുള്ളൂ. ഈ വാപ്പാമ്മൻ്റെ ഇമ്മാൻ്റെ ഒക്കെ കാഴ്ചപ്പാടിൽ കുറേ പ്രശ്നം ഉണ്ടാവും. അതൊന്നും കുട്ടികൾ എന്ത് ചെയ്യേണ്ട, സറണ്ടർ ആകേണ്ട ഒരു കാര്യമല്ല. നല്ലോണം വരുന്ന ആളോട് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ച്, സംസാരിക്കാനുള്ളതൊക്കെ സംസാരിച്ച്, പിന്നെ ഇയാളെ അമ്മാനോട് ഫോണിൽ വിളിക്കണമെങ്കിൽ വിളിച്ച്, ഇനി അയാളെ വീട് പോകണമെങ്കിൽ കാണണമെങ്കിൽ കണ്ട്, അങ്ങനെയൊക്കെ തന്നെ തിരഞ്ഞെടുക്കണ്ട്. ഇതൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ക്യാമ്പിന്റെ പേരാണ് മഹബ്ബ. ഈ വർഷം ഉണ്ട് 3 എണ്ണം. ഈ ഏപ്രിൽ മെയിലുണ്ട്. നമ്മളിതൊന്നും കുട്ടികൾക്ക് കൊടുക്കൂല.
അവസാനം കുട്ടി അവിടുന്ന് യൂട്ടേൺ അടിച്ച് വന്നിട്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞ് ആംബുലൻസിൽ ആശുപത്രി കൊണ്ടുപോയി. അതിന്റെ ശേഷം ആരിസ് മൗലവിനെ കിട്ടോ മറ്റവരെ കിട്ടോ ഇവരെ കിട്ടോ എന്ന് ചോദിക്കും. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യൂല, നമ്മൾ പഠിക്കാനുള്ളത് നമ്മൾ പഠിക്കൂല, അല്ലെ? സംഭവം ദീന് എന്നൊക്കെ പറയാ. പക്ഷേ അല്ല, എന്താ പോൻ്റെത്, എങ്ങനെ പോൻ്റെത്, ഓലെങ്ങനെ അവിടുത്തെ പറമ്പ് എങ്ങനെ, ഇതിമേ കണ്ടുണ്ടാകുക. എല്ലാ തോന്നിയാസം കല്യാണത്തിങ്ങ കാണിക്കും ചെയ്യും. പല്ലക്ക് മുതൽ വെള്ളക്കുപ്പി വരെയുള്ളതൊക്കെ അവിടെ ഉണ്ടാവും. എന്താ? ഒന്ന് അമ്മായിന്റെ ഇഷ്ടത്തിന്, രണ്ട് ജ്യേഷ്ഠന്റെ മോന്റെ ഇഷ്ടത്തിന്. സ്വന്തം കുട്ടിന്റെ ജീവിതം അവൾ വാതിലടച്ച് അവൾ ബെഡ്റൂമിൽ കയറി വാതിൽ കുറ്റിട്ടാൽ ആരംഭിക്കുന്ന കുടുംബജീവിതം, അതിന് റഹ്മത്തിന്റെ മലക്കിന്റെ പ്രാർത്ഥന കിട്ടണം എന്നുള്ള വിചാരേ ഉണ്ടാവില്ല. ആ വിചാരം ഉണ്ടാവില്ല. അവിടെ എത്തുന്നോടത്ത് അവളുടെ വസ്ത്രത്തിൽ മലക്കുകൾക്ക് വന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടാകും. അവിടുത്തെ പരിപാടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഇല്ലാത്ത പൈസ വാങ്ങിയിട്ട് കടം വാങ്ങിയിട്ട് എല്ലാ വൃത്തിയോടും കാണിച്ചിട്ടുണ്ടാവും, അല്ലേ? കല്യാണം 1000 ആളോട് പറയാ. എങ്ങനെ? മോളെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്, ഞാൻ വിശാലമായൊരു കല്യാണം ഉദ്ദേശിക്കണില്ല, നിങ്ങളെയൊക്കെ വിളിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളെ പ്രാർത്ഥന കിട്ടണമെന്നും ആഗ്രഹമുണ്ട്, അപ്പോ നല്ലോണം പ്രാർത്ഥിക്കുക, വിളിക്കണില്ല. 500 ആളോട് അതാ പറയണ്ട്. പിന്നെ അടുത്ത ഒരു ടീമിനോട് എന്താ പറയണ്ടേ? ഞാൻ കല്യാണം വിളിക്കുന്നുണ്ട്, എന്താ നിങ്ങളെ അവസ്ഥ, വരാൻ കഴിയുമോ? ഞാൻ വരാൻ കഴിയുന്ന ആൾക്കാരെ പേര് എഴുതി വെച്ച് കണ്ടാ വിളിക്കണത്. അപ്പൊ നിങ്ങൾ വരൂലെങ്കിൽ എനിക്ക് വരൂലാന്ന് കിട്ടണം, കാരണം ഞാൻ 500 ആളോട് വരണ്ടെന്നാ പറഞ്ഞത്, നിങ്ങളോട് വരാനാ പറയണത്. പക്ഷെ നിങ്ങൾ വരുമല്ലേ എന്ന് എനിക്ക് അറിയണം, കറക്റ്റ് ഫുഡ് ഉണ്ടാക്കാനാ. പിന്നെ അതിൻ്റെ താഴെ ഒരു ലെയർ ഉണ്ട്, ഞാൻ ഇത്ര ആളോടൊക്കെ ഇങ്ങനെ പറഞ്ഞത്, എന്നോട് അങ്ങനെയല്ല പറയണത്, ഇജ്ജ് വരണം. എല്ലാവർക്കും സന്തോഷമാവും. എല്ലാവരും കല്യാണത്തിന് വരുന്നത്. ഇപ്പം എന്നെയൊക്കെ നിങ്ങൾ കല്യാണത്തിന് വിളിച്ചോക്ക്, ഞാൻ പറയാൻ പ്രാർത്ഥിക്കാറ്. അങ്ങനെ ഞായറാഴ്ച നമുക്ക് ഒരൊറ്റ ഞായറാഴ്ച കല്യാണത്തിന് നിന്നാൽ ഒരുപാട് സാധനം ഓഫാവും. നമ്മൾ 3 മാസം മുമ്പ് 4 മാസം മുമ്പ് ഇപ്പം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ അയലോകത്ത് കല്യാണം അറിയാൻ വന്നിട്ടില്ലെങ്കിൽ എന്തേ കാരണം പോരുന്ന വഴിക്ക് ട്രാഫിക് ആയിട്ട് വരാത്തതിൻ്റെ ദുരന്തപ്പോഴും മാറിയിട്ടില്ല. മനസ്സിലായിട്ടില്ലേ? അപ്പൊ അങ്ങനെ ഉണ്ടാകുക. അപ്പൊ ഞാൻ പറഞ്ഞ ഇതൊക്കെ നമ്മൾ പഠിക്കണം. അങ്ങനെ എന്തോ ഒരു സാധനമായിട്ട് ഇങ്ങനെ പോകലല്ല. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, വിവാഹത്തിൽ താല്പര്യം കാണിക്കാത്ത കുട്ടികളോട് ഞാൻ പറയാണ്, നമ്മൾ ഈ പ്രൊഫൈൽ പിക്ചറിന്റെ ഉള്ളിൽ നിന്ന് തിരഞ്ഞെടുക്കണേ, ക്യാമ്പസ് നിന്ന് പരിചയപ്പെട്ട് തിരഞ്ഞെടുക്കണേ, ബുള്ളറ്റ് മോൻ പോണ കണ്ടിട്ട് ഒരു കുട്ടിക്ക് ഹരായത്, അതാ ഓളെ തിരഞ്ഞെടുക്കാൻ കാരണം. പിന്നെ ആരോ പറഞ്ഞു ജാതി മതൊന്നും വലിയ പ്രശ്നമല്ല, മനുഷ്യത്വമാണ് പ്രശ്നം. ഇതൊക്കെ ഇങ്ങനെ നെഞ്ചത്ത് കൊണ്ടെടുക്കണോണ്ട് ഓക്ക് ആരും വിഷയമല്ല, ഓളൻ പോയി. ഓന് കല്യാണത്തിന്റെ നേരായപ്പോ ജാതി പ്രശ്ന, അപ്പൊ അമ്പലത്തിൽ പോയിട്ട് സാധനം ഇട്ടു, അല്ലേ? അപ്പൊ ഭയങ്കര സമുദായ വികാരം ഇളക്കിയിട്ട് കുറച്ച് ആൾക്കാർ. ഇത് അവിടെ അല്ല ഇളകണ്ട്, കുട്ടികളെ പഠിപ്പിക്കണം, അപ്പൊ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി ശരിയായ തവക്കുൽ എന്താ? ശരിയായ തവക്കുൽ ഇപ്പൊ വാപ്പി ഇമ്മയൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ കംഫർട്ട് സോണിലാണ്, ഒരു പ്രശ്നമില്ല. രാവിലെ തോന്നുമ്പോ എണീറ്റ് വരിക, അവിടെ മുട്ടക്കറി ഉണ്ടാകും, അപ്പുണ്ടാകും, പുട്ടുണ്ടാകും, ഒക്കെ ഉണ്ടാകും. ഈ കൈപ്പലക്ക് വെയ്യാത്ത, ഊരക്ക് വെയ്യാത്ത, മുട്ടുകാലിന് വെയ്യാത്ത അമ്മ അങ്ങനെ ആഞ്ഞാഞ്ഞ് വലിഞ്ഞ് അവിടെ താഴെ പോയി തേങ്ങ ഉടച്ച് അരച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഈ പാവ ഉമ്മാന്റെ കണ്ണടിനൊരു ദിവസം ഉണ്ടാകും. അത് കഴിഞ്ഞ് ഉമ്മാന്റെ മയ്യത്തെടുത്ത് കുറച്ച് കഴിയുമ്പോൾ പതിയെ ഓരോ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. കല്ലുമ്മ പോയി അലക്കുമ്പോൾ അലക്കുകല്ല് പറയും, മോളെ അങ്ങനല്ല അലക്കുക, ഇങ്ങനെ അലക്കുക ആകൂല. അടുക്കളയിൽ വന്ന് സ്റ്റൗവിൻ്റെ ഇത് തിരിക്കുമ്പോൾ പറയും, ഇങ്ങോട്ടല്ല അങ്ങോട്ടാ തിരിക്കുക. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. അപ്പൊ പൊട്ടി പൊട്ടി കരയും, ഒക്കെ ഓർമ്മയാവും. ഉമ്മാന്റെ മയ്യത്ത് ആളുകൾ എടുത്തിങ്ങനെ പോകുമ്പോ, ആൾക്കൂട്ടം ഉമ്മാന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ജനവാതിലിലൂടെ അതിങ്ങനെ നോക്കി നിൽക്കുമ്പോ എന്തായിരുന്നു ഉമ്മ എന്ന് മനസ്സിലാവും, എന്തായിരുന്നു ഉപ്പ എന്ന് മനസ്സിലാവും. പിന്നെ മാപ്പ് ചോദിക്കാൻ പോലും പറ്റൂല, അല്ലെ? കരയിപ്പിച്ചിട്ടുണ്ടാകും. തെറ്റിയാൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ എന്താ അറിയോ? പ്രത്യേകിച്ച് പെൺകുട്ടികൾ ചെയ്യാ, വേഗം റൂമ് കയറി വാതിലണ്ടടക്കും. എന്താ ചെയ്യേണ്ടത് നിനക്കറിയാം, ഒറ്റ ഡയലോഗാ. നിങ്ങളിഞ്ഞ കൊണ്ട് കുടുങ്ങിയിട്ടല്ലേ, ഞാൻ തീരുമാനാക്കിക്കോളാം. എന്നിട്ട് എന്തോള് തീരുമാനാക്കുക? ഓളെ എല്ലാ സാധനം മറന്ന് സ്വസ്ഥായിട്ട് ഉറങ്ങും. പാവമ്മേ അമ്മ ഇങ്ങനെ പതുക്കെ വാതിൽക്ക് കൂടെ വന്നു നോക്കും, എന്തേലും കാട്ടിയണവള്. നേരം വെളുക്കോളം അമ്മ ഉറങ്ങൂല, അല്ലേ? അപ്പോ സഹോദരങ്ങളെ സഹോദരിമാരെ, അപ്പൊ ഇതാണ് മറ്റൊരു കാര്യം. അപ്പൊ ശരിയായ തവക്കുലിന് നമ്മൾ കാർക്കിച്ച് തുപ്പുന്ന കഫത്തില് ബ്ലഡിന്റെ കണ്ടന്റ് കണ്ടു തുടങ്ങുന്ന രാവുകളിൽ, എടീ
എനിക്ക് വയ്യ എണീക്ക് എന്ന് പറയാൻ ഒരാൾ വേണം. മനസ്സാ ഇവിടെ നോക്കിന്ന് പറയാൻ ഒരാൾ വേണം. അതിങ്ങനെ വാരി ചേർത്ത് പിടിക്കുമ്പോ വാപ്പ പിടിച്ചാൽ ആ സുഖം കിട്ടൂല, മോൻ പിടിച്ചാൽ സുഖം കിട്ടൂല, ഉമ്മ പിടിച്ചാൽ സുഖം കിട്ടൂല. അങ്ങനത്തെ ഒരു സംരക്ഷണം ലിതസ്കുനു ഇലൈഹ, അവളിലേക്ക് നിങ്ങൾ ശാന്തി അടയാൻ വേണ്ടിയാണ് നാം. പക്ഷെ ആ ശാന്തി പലപ്പോഴും കിട്ടൂല. എന്റെ കാരണം എന്താ അറിയോ? അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ ശാന്തിയും സുഖമൊന്നും കിട്ടാത്തതിന്റെ കാരണം ഫോൺ ഇങ്ങനെ തോണ്ടുമ്പോ എന്താ പറയാ, സ്ത്രീ ശരീരങ്ങൾ ഇങ്ങനെ കാണും, പുരുഷ ശരീരങ്ങൾ ഇങ്ങനെ. ശരിക്കും കേട്ടോളൂ നിങ്ങൾ കേട്ടോ, എനിക്കത് പറയാൻ ഒരു ചമ്മലുമില്ല, പച്ചക്ക് പറയണയാണ്. ഞാൻ വെറുതെ ചോദിക്കണേ, നമ്മൾ കോഴിക്കോട് പോയപ്പോൾ അവിടുന്ന് ഇങ്ങനെ തായ് ബിരിയാണി എന്ന് കണ്ടു. അപ്പൊ അത് കഴിച്ചു. വന്നപ്പോൾ ബിരിയാണി കഴിച്ചു ഒന്ന് ഇങ്ങനെ ഫിറ്റ് ആയപ്പോ ഇപ്പുറത്ത് കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ പോയാൽ നല്ല സോഡാ സർവത്ത് കിട്ടും. ആ സോഡാ സർവത്ത് ഒന്ന് അടിച്ചു. അതൊക്കെ ഇങ്ങനെ അടിച്ചിരുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് തിരൂർക്കുള്ള ബസ്സിലിരിക്കുമ്പോ കടലേ അപ്പൊ കടലയും തിന്നു. അത് കഴിഞ്ഞിറങ്ങി തിരൂർ സ്റ്റാൻഡിൽ വന്നപ്പോ അവിടെ ഒരു ചായ അടിക്കാറുണ്ട്. അപ്പൊ നമ്മള് ഈ വിഷയത്തിൽ വളരെ ദുർബല മനസ്കരായതുകൊണ്ട് മൂപ്പര് കൂടെ ഒരു ചായ അടിച്ചു. ചായ അടിക്കാതിരുന്നാൽ പിന്നെ ഒരു കാലിപ്പൊറാട്ട നിർബന്ധമാണ്. കൂടെ എന്തായാലും ഒരു ബീഫില്ലാതെ പറ്റൂലല്ലോ. അതാണല്ലോ നമ്മളുടെ ഒരു 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 ദേശീയ വികാരം എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ അടിച്ച് തൂഫാനായിട്ട് ചെല്ലുമ്പോ ഭാര്യ എന്നല്ല ഇങ്ങനെ ആവി പറക്കണ ബിരിയാണി ഇങ്ങനെ വെച്ചെന്നാല് അതിങ്ങനെ ഇതൊന്നും പറയാതെ ചില ആൾക്കാർ ഇത് കഴിക്കും. അതൊരു ബുദ്ധിയുള്ള പരിപാടിയാണ്. ഇതൊന്നും പറയാതെ കഴിക്കാറിയാണ്. ചില ആൾക്കാർ ഇത് പറഞ്ഞിട്ട് കഴിക്കും, ചില ആൾക്കാർ അതങ്ങോട്ട് തിരിഞ്ഞു നോക്കി തന്നെ അല്ല അല്ലേ. ചില ആൾക്കാർ ഭയങ്കര വളവന്മാരായിട്ട് ഭയങ്കര ഇനി പറയുന്ന ആളാണ് ശരിക്കുള്ള ആൾ കേട്ടോ. ഇത്രയും നേരം ചെയ്തതൊന്നും വേണമെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞല്ല. എന്താ ടേസ്റ്റ്, പൊളിയാണ്. ഒരു തോണ്ടക്കൺ കൊടുത്തു മുഖത്ത്. ഇതൊന്നും നമ്മളെ പേരിൽ ഉണ്ടാവില്ല അല്ലേ. ശരിക്ക് റൂമിൽ കയറി ആദ്യത്തെ ഉമ്മ കൊടുക്കേണ്ട എന്തിനാണ്? ഇന്നത്തെ ബിരിയാണിക്കാണ് ഉമ്മ. ഇതൊന്നും നമ്മളെ പേരിൽ ഉണ്ടാവില്ല. നമ്മളെ പേരിൽ ആകെ ഇവിടം കൊണ്ടല്ല ഇതേ കാര്യം ഉണ്ടാവുള്ളൂ. പിന്നെ അവിടെ എന്ത് പ്രണയ, അവിടെ ഒരു പ്രണയം ഉണ്ടാവില്ല. കാരണം എന്താ അറിയോ? മൂപ്പരിപ്പ് ഉണ്ടാകും എവിടെ, ഏതെങ്കിലും ഒരു കടയിൽ ഇരിക്കുന്നുണ്ടാവും. ഇവിടെ അല്ലല്ലോ, ഇവിടെ ഉണ്ടോ? ഇവിടെ ഉള്ളവരൊന്ന് കതുക്ക് കൈയൊന്നിച്ചാണ്. ഇല്ല, അതാണ് നമ്മളും കൊണ്ടുവരൂല. നമ്മളെ ഒറ്റക്ക് സ്വർഗത്തേക്ക് പോകാൻ തീരുമാനിച്ചാ സ്വർഗത്തേക്ക് കടക്കണ ഒരു ഒറ്റപ്പെടുത്തേ കയറാം. അല്ല ഇവിടെ എവിടേക്കാച്ച് പോണേക്കും. ജിഞ്ച വീട്ടിൽ തിന്നിട്ട് ഇഞ്ഞ വിളിക്കാതെ വയലനോയതല്ലേ ചോദിക്കും. മനസ്സിലായില്ലേ? അതുണ്ടാകുക. ഇതേപോലെയാണ് ശരിക്കും സെക്സും. എന്താ, നമ്മളിങ്ങനെ റോട്ടിൽ നോക്കിയപ്പോൾ ഒരു സിനിമന്റെ പോസ്റ്റർ. അപ്പോ ഒരു പുരുഷനിൽ വികാരമുണർത്തുന്ന കുറെ ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഓരോ ഫോട്ടോസും. നമ്മളെ കുട്ടികളെ നോട്ട്ബുക്കുമുള്ള ഫോട്ടോ പോലും അങ്ങനെ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തലച്ചോറ് മനസ്സിലാക്കുക ഇയാളത് യൂസ് ചെയ്യാൻ പോവുകയാണെന്നാണ്. അപ്പൊ അവിടെ ഒരു ഹോർമോൺ പ്രൊഡക്ഷൻ ഉണ്ടാകും. നമുക്കുണ്ടാകുന്ന എല്ലാ വികാരങ്ങളുടെയും കാരണം എന്താ? ഹോർമോണാണ്. അപ്പൊ ഇതിലെങ്ങനെ ഒരു പാമ്പ് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ പാമ്പിനെ സല്യൂട്ട് അടിച്ചു കൊന്നില്ല, ഞാൻ ഇവിടുത്തെ ഇറങ്ങും. നിങ്ങളൊക്കെ എപ്പോഴോ വാങ്ങിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാ? അത് ഹോർമോണാണ് ഉണ്ടാക്കുന്നത്. ഇനി അതിലൊരു ചെറിയ പെൺകുട്ടി ഇങ്ങനെ വരുന്നുണ്ട് വിചാരിക്കുക. അവൾ നല്ല മുടിയൊക്കെ ഇങ്ങനെ കെട്ടി ഒരു ചുവന്ന ഡ്രസ്സൊക്കെ ഇട്ട് അല്ലേ, ഒരു 3 വയസ്സായ കുട്ടി ഇങ്ങനെ താറ്റൊക്കെ കാട്ടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ വികാരം എന്തേക്കാരം? പാമ്പിനെ കാണാൻ വരും ഇങ്ങനെ ആവോ? ഇല്ല. എന്താ അങ്ങനെ ആകത്ത്? അത് ഏത് വീരപ്പൻ്റെതും ആവൂല. കാരണം അവിടെ ഒരു ഹോർമോണിക് പ്രക്രിയ നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ സെക്സ് സംഭവിക്കുന്നത് ഒരു ഹോർമോണിക് പ്രക്രിയ നടക്കുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഈ ബസ്സിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇത് കാണും. കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ തോണ്ടിയപ്പോ ഇത് കാണും. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഞാൻ പറയണേ. പിന്നെ നല്ലൊരു വികാരം ഉണർത്തുന്ന ഒരു പാട്ട് കേട്ടു. ഇവിടെയൊക്കെ ഒരു മനുഷ്യനെ അന്ന് യൂസ് ചെയ്യാനുള്ള ഹോർമോണൊക്കെ അവിടെ അടിച്ചു തീർത്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളിത് ഫുള്ള് വയറ് നിറയെ ബിരിയാണി കഴിച്ച് വരുന്ന മാതിരി ഇത് കംപ്ലീറ്റ് തീർന്നതിന്റെ ശേഷം വീട്ടിൽ ഇങ്ങനെ വരും, ബെഡ്റൂമിക്ക് ഇങ്ങനെ വരും. പിന്നെ അവിടെ ഒന്നും കിട്ടൂല. അപ്പൊ മൂപ്പര് വിചാരിക്കണം എന്താ അറിയോ? അപ്പൊ മൂപ്പിത്തേര് വിചാരിക്കണം എന്താ അറിയോ? മൂപ്പർക്ക് ഇപ്പോ ഷുഗറൊക്കെ തുടങ്ങിയല്ല, അതുകൊണ്ട് ഇക്കാരം. അതുകൊണ്ടല്ലേ ഇന്ന് ഉപയോഗിക്കാനുള്ളതൊക്കെ ഉപയോഗിച്ച് തീർത്തു. കണ്ടിട്ടും കേട്ടിട്ടും തൊട്ടിട്ടും നോക്കിയിട്ടും തീർത്തു. ബോധപൂർവം അല്ലാതെ തന്നെ തീർത്തു. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. അപ്പൊ പിന്നെ മൂപ്പരിങ്ങനെ തോന്നും, വേറൊന്ന് കെട്ടിയോക്കാം. അവിടുന്നാണ് ഉണ്ടാല്. ഇസ്ലാം പറഞ്ഞ പരിഹാരം തന്നെയാണത്. അത് നമ്മൾ നിഷേധിക്കൊന്നും വേണ്ട. ഇസ്ലാം പറഞ്ഞ പരിഹാരമാണ്. പക്ഷെ നല്ല ഒന്നാം തരം ആൺകുട്ടിയേക്ക് പറഞ്ഞാണ് കേട്ടോ. നല്ല ഒന്നാം തരം ആൺകുട്ടിയേക്ക് പറഞ്ഞാണ്. ഇതൊക്കെ വൃത്തിക്ക് മാനേജ് ചെയ്ത് പോണേ മഹാപണ്ഡിതന്മാർ അത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതൊരാവേശത്തിലാണ് കെട്ടിയിട്ട് പിന്നെ കാണാം അവന് ഈ ഒരു വിളിച്ചുണർത്തിയിട്ട് ഫുഡില്ല എന്ന് പറയണ മാതിരി ഒരു കുടുംബത്തെ അനാഥാക്കിയിട്ടോ അങ്ങനെ നടക്കും. എന്താ അവന്റെ വിഷയം?
അത് അവിടെ നടക്കും. കാരണം അവന്റെ അയോഗ്യതയാണിത്. ഇപ്പൊ ഞാൻ പറയാൻ ശ്രമിച്ചത് ഇത്രേ ഉള്ളൂ, നമ്മുടെ വീടുകളിൽ ഈ പ്രണയം സംഭവിക്കാത്തത് പലപ്പോഴും സഹോദരങ്ങളെ ഈ ഒരു കാരണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വികലമായ ലൈംഗിക കാഴ്ചപ്പാടുകളിലേക്ക് പോകണം. നിങ്ങൾക്ക് അറിയോ, ശരിക്കും നമ്മളെ കുട്ടികൾക്കൊക്കെ സല്യൂട്ട് കൊടുക്കണം. ഞാൻ പൊതുവെ വളരെ കുറച്ച് നിക്കാഹിന്റെ കുത്തുബ നടത്തുന്ന ആളാണ്. ഞാൻ നിക്കാഹിന്റെ കുത്തുബ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞൊരു പോയിന്റ് എന്താ അറിയോ, ഈ ഇരിക്കണ മോനും ഈ ഇരിക്കണ മോൾക്കും ഇവിടെ ഒരു ട്രോഫി കൊടുക്കണം എന്നറിയും. എന്താ കാരണം? അവര് പോണ ക്യാമ്പസിന്റെ അവസ്ഥ വെച്ചിട്ട് വാപ്പാക്കും ഉമ്മാക്കും ഒക്കെ ഒരു കല്യാണത്തിന് ആലോചിക്കാൻ നിന്നൊടുക്കാറുള്ള മഹാസംഭവമാണ്. പണ്ടത്തെ എന്തായിരുന്നു, ആണും പെണ്ണും ഒരു മുസ്ലിം പെൺകുട്ടിയും ഒരു മുസ്ലിം ആൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലാകും. ഇപ്പൊ ജാതി മതം നോക്കല്ല. ഇപ്പോഴോ പുതിയ ട്രെൻഡ് എന്താ, ആണാണോ പെണ്ണാണോ നടക്കും നോക്കൂല, ആണാണിനെയും പെണ്ണ് പെണ്ണിനെയൊക്കെ പ്രേമിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അല്ലേ. ആദ്യം പറഞ്ഞു നാം രണ്ട് നമുക്ക് രണ്ട്, പിന്നെ പറഞ്ഞു നാം ഒന്ന് നമുക്കൊന്ന്, പിന്നെ പറഞ്ഞു നാം ഒന്ന് നമുക്കെന്തിനാ വേറൊന്ന്, പിന്നെ പറഞ്ഞു നമ്മളിങ്ങനെ ഒന്നാകേണ്ട കാര്യം എന്നുള്ള ആവശ്യമുണ്ടപ്പോ കണ്ടാ മതി. അങ്ങനെയല്ലേ ട്രെൻഡ് പോണത്? ഫ്രീ സെക്സിലേക്കാണ് പോണത്. ഈ ഫ്രീ സെക്സിലേക്ക് ഒക്കെ എത്തുന്നതിന്റെ പിന്നിലെ പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഇനി മാത്രല്ല മറ്റൊരു വിഷയം എന്താ, സൗന്ദര്യബോധമാണ്. കണ്ണാടിന്റെ മുന്നിൽ നിന്നും പോരാൻ കഴിയൂല. ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സ്ക്രീനിൽ നിന്നാണ് ഇത് മുഴുവൻ ഉണ്ടാകുന്നത്. മിനിമം നിങ്ങൾ കുട്ടികളോട് അടുത്തിരുന്ന് ചോദിക്ക്, ഒന്ന് ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലെങ്കിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ഉമ്മാരും കുട്ടികളും വല്യമാരും അടക്കം ഇതിന്റെ അഡിക്റ്റുകളാണ്. എന്താ കാര്യം നോക്കൂ നിങ്ങൾ, മറ്റെന്തിനേക്കാളും പ്രയോറിറ്റി സൗന്ദര്യത്തിന്. മരിച്ചോടത്തേക്ക് പോകുകയാണെങ്കിൽ അടക്കം വാപ്പ ആശുപത്രിയിൽ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴും അങ്ങനെ ഇറങ്ങുമ്പോഴും കാണാം ഒരു പ്രത്യേകതരം വൃത്തിയാക്കല്. അപ്പൊ പോലും കിട്ടിയത് വാരി വലിച്ചിട്ടിട്ട് വണ്ടി കയറൂല. അത്ര വലിയ അഡിക്ഷൻ യഥാർത്ഥത്തിൽ നമ്മൾ വിധേയരായിരിക്കുകയാണ്. മാത്രല്ല സൗന്ദര്യത്തിന് വേണ്ടി ശരീരത്തിന്റെ കോലം മാറ്റുന്ന സർജറികൾ 15.6 മില്യൺ കോസ്മെറ്റിക് സർജറികൾ 2020 നടന്നിട്ടുണ്ട്. ഏറ്റവും അടുത്ത കാലത്ത് നമ്മുടെ അടുത്ത് കിട്ടുന്ന സ്റ്റാറ്റിക്സ് പ്രകാരമുള്ള സാധനമാണ് ഞാൻ പറയുന്നത്. ഇതില് നോക്കൂ നിങ്ങൾ, 87% സ്ത്രീകളതാ എന്താ അവരുടെ മാറിടത്തിന്റെ ഷേപ്പ് മാറ്റുക, അവരുടെ ശരീരത്തിന്റെ കോലം മാറ്റുക. ഇപ്പൊ നമ്മളെ ട്രെൻഡ് എന്താ അറിയോ, പർദ്ദ ഷേപ്പ് ചെയ്യണില്ലേ നമ്മള് അല്ലേ. ഇപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ടുള്ളൂ. ഒരു 2, 3, 4, 5 കൊല്ലം കൊണ്ട് ഇവിടേക്ക് നമ്മളെത്തും. വയറിന്റെ വണ്ണം കുറക്കും, ശരീരത്തിന്റെ വണ്ണം കുറക്കും. എന്തേ, അയലോകത്തെ പെണ്ണിന്റെ കുറച്ചേ കണ്ടു, അപ്പൊ നമ്മളും കുറക്കും. ഇത് ട്രെൻഡായി മാറിയിരിക്കുകയാണ് ലോകത്ത്. മാത്രല്ല പലപ്പോഴും നോക്കൂ നിങ്ങൾ, $500 ബില്യൺ വിറ്റുവരവാണ്. 500 എന്ന് പറഞ്ഞാൽ 5 നെയ്തിട്ട് 11 പൂജ്യം ഇടുക. 5 നെയ്തിട്ട് 11 പൂജ്യം ഇടുക. എന്നിട്ട് നിങ്ങൾ ചാറ്റ് GPT ചോദിക്കുക, 5 നെയ്തിട്ട് 11 പൂജ്യം ഇട്ട ഈ സംഖ്യയെ 2000 രൂപയിലേക്ക് മാറ്റിയാൽ ആ 2000 രൂപ ലോഡ് ചെയ്യാൻ എത്ര ലോറി വേണ്ടി വരും? ഇപ്പൊ കിട്ടുത്തരം. ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വിചാരിച്ച് മറന്നതാണ്. അപ്പൊ മനസ്സിലാകും, അത്രയും പൈസ മുഖം വെളുപ്പിക്കാനും അതേപോലെ തന്നെ ശരീരം ഭംഗി കൂട്ടാനും ഉപയോഗിക്കണേ. ലോകത്തെ എല്ലാ ഗവൺമെന്റുകളുടെയും വിദ്യാഭ്യാസ രംഗത്തെ ഇൻവെസ്റ്റ്മെന്റ്, ചോക്ക് ബോർഡ് മുതൽ അധ്യാപകന്റെ സാലറി, ബെഞ്ച്, ഡെസ്ക് വരെ ഉള്ളതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്ര അറിയോ? $17 ബില്യൺ. ആ സ്ഥാനത്താണ് ഒരു വർഷം കോസ്മെറ്റിക് ഇൻഡസ്ട്രി, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്ന ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നത് എത്രയാണ്? അവിടുന്ന് വരുന്ന സംഖ്യയാണ് ഞാൻ പറഞ്ഞത്. എത്ര? $500 ബില്യൺ. അത്രയും വലിയ ഇതാണ്. ഈ അടുത്ത കാലത്ത്, ഇപ്പൊ കോവിഡ് കാലത്ത് 40-45%, 50% എന്ത് ചെയ്തു? ഈ ഇൻഡസ്ട്രിയിൽ വിറ്റുവരവ് നിലച്ചുപോയി. എന്താ കാര്യം? മുഖത്തൊരു മാസ്ക് വന്നു എന്നുള്ളത് മാത്രം. അപ്പോ ഇവിടെ മിനിക്കണ്ട, ആ പൈസ ഫ്രീ ആയി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ശരീരം മൊത്തം മറക്കണോടത്തേക്ക് പെണ്ണുങ്ങൾ എത്തുമ്പോഴോ ഇതൊന്നും വേണ്ടി വരൂല. അപ്പോഴോ കോസ്മെറ്റിക് ഇൻഡസ്ട്രി അത് ബാധിക്കും. അപ്പൊ പർദ്ദ വലിയൊരു പ്രശ്നമാകും. അപ്പൊ പർദ്ദക്കെതിരിൽ ക്യാമ്പയിൻ വരും. അപ്പൊ പർദ്ദ ഞമ്മക്ക് പ്രശ്നമാവും, നമ്മളെ കുട്ടിയൊക്കെ പ്രശ്നമാവും. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ എന്തിനാ അതിനെ കൊണ്ട് വെറുതെ പർദ്ദ ഇടിക്കണേ? എന്താ ചോദിക്കുക? ഇത് ചോദിച്ചവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. എടനെഞ്ചത്ത് കൈവച്ച് നല്ലോണം ആലോചിച്ചോളിയും. കുട്ടികളെ നമ്മൾ ഇട്ടുകൊടുക്കാണ് ആർക്ക്? MDMA കഞ്ചാവ് അടിച്ച് നടക്കണോന്റെ മുന്നിക്ക് അവളെ പ്രദർശന വസ്തുവായി ഇട്ടുകൊടുക്കുമ്പോ ഒമ്നിവാന് വന്ന് നിർത്തും, അവളെ കൊണ്ടുപോകും. അവനെ കേസ് കുടുങ്ങിയ അവനെ ഇറക്കാനുള്ള ആൾക്കാരുണ്ട്. അവൻ അത്രയും വലിയ MDMA കച്ചവടക്കാരനാ. നമ്മളെ കുട്ടീന്റെ ജീവനാണ് പോകും. ബാക്കി ശിഷ്ടകാലം മുഴുവൻ ബലാത്സംഗം ചെയ്യപ്പെട്ട മോളെ കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ല.
ഇത് വെറുതെ വരണമെന്നല്ല. എന്താ ഖുർആൻ പറഞ്ഞേ? എന്തിനാണ് ഹിജാബ് അണിഞ്ഞു പോകാൻ പറഞ്ഞേ? നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി. എന്ത് തിരിച്ചറിയാൻ വേണ്ടി? നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, നിന്നോട് സെക്സ് ചോദിക്കട്ടെ? ചോദിക്കൂല. നീ എന്റെ കൂടെ ബൈക്കിൽ വരണോ? ചോദിക്കൂല. നീ എന്റെ റൂമുക്ക് വരണോ? ചോദിക്കൂല. അവളടുത്ത് പോയി ഇരിക്കൂല. അവള് സ്റ്റാൻഡ് എടുക്കുമ്പോ ഇത് വെറുതെ വരണമെന്നല്ല, ഇത് വെറുതെ വരണമെന്നല്ല. ഈ കാര്യങ്ങൾ ഒരു സ്പീച്ചിൽ ശക്തമായി പറഞ്ഞപ്പോ ഇത്തരം വിഷയങ്ങളെ സൂക്ഷ്മദർശിനി വെച്ച് നോക്കുന്ന ചില സുഹൃത്തുക്കള് ആ സ്പീച്ചിന്റെ ഭാഗം എടുത്തിട്ട് ഇത് ഇഖ്വാനിസ് ആണെന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പ്രചരിപ്പിക്കടാ, നിങ്ങൾ പ്രചരിപ്പിക്കും. എന്നിട്ട് ഇവിടെ എന്താ ഉണ്ടാകുക നോക്കാലോ. ഇവിടുത്തെ ഉന്നത കലാലയങ്ങൾ, എയിംസ് മുതൽ NIT മുതൽ IIT മുതൽ ഉന്നത കലാലയങ്ങളിൽ സമ്പൂർണമായ പർദ്ദയും വസ്ത്രവും ധരിച്ച് വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലയിലും മികച്ച നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥിനികളുണ്ട്. ഡൽഹിയിൽ ഒരു പരിപാടിക്ക് ഞാൻ പോയപ്പോ അവിടെ ഒരു ക്യാമ്പസിൽ ചെന്നപ്പോ അവിടെ കണ്ട കാഴ്ച എന്താ അറിയോ? നമ്മൾ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ് ഇല്ലേ കുടിച്ചിട്ട് വലിച്ചെറിയണേ, അതേപോലെ ഗർഭനിരോധന ഉറകൾ ഒരു ഹോസ്റ്റലിന്റെ ബാക്കിൽ 1, 2, 10, 5 ഒന്നല്ല കൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ പറയുന്ന കുട്ടികളും എന്റെ മുന്നിൽ ക്ലാസ് കേൾക്കാൻ വന്നിരിക്കുന്ന കുട്ടികളും ജീവിക്കണേ. അവർക്കൊരു പാസ്വേഡ് ഉണ്ട്, അത് പടച്ചോൻ ഇട്ടെടുത്ത പാസ്വേഡാ. അവരുടെ മാതാപിതാക്കളുടെ പരിശ്രമം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് പടച്ചോൻ കൊടുത്ത പാസ്വേഡാ. അത് നമുക്ക് കൊടുക്കാൻ പറ്റണം. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞെന്താ അറിയോ? ഇപ്പൊ അതിന് ഗർഭനിരോധനം ഓരോന്നും ഉപയോഗിക്കണില്ല. ഒരു വർഷം, ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഒരു 5 വർഷത്തേക്കുള്ള പെർമനന്റ് പ്രതിരോധ സംവിധാനം അവിടെ ഉണ്ടാക്കി വെക്കും. ഒരു പ്രശ്നം ആരും അറിയണില്ല. ഇതൊക്കെ ഇവിടെ നടക്കുന്നതാണ്. ഇതൊക്കെ ഉള്ള ക്യാമ്പസിക്കാണ് നമ്മളെ കുട്ടീനെ നമ്മൾ നിരായുധയായി പറഞ്ഞേക്കണേ. വെറുതെ ചോദിക്കണേ, നിങ്ങളുടെ കുട്ടി എന്ത് ചെയ്യാണ്? ക്രൈം ത്രില്ലർ സിനിമകൾ കാണാണ്, വയലൻസുകൾ കാണാണ്. എന്താ സംഭവിക്കണേ? വയലൻസുകൾ മുഴുവൻ ഇവിടെ സേവ് ആകുന്നുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പോ സിനിമ കാണുന്ന ശീലം മുമ്പെങ്കിലും ഉണ്ടായിരുന്നവർ, ഞാനിത് പറയുമ്പോ ഒരു ഇടിസീന് കാണുന്നുണ്ട് ഇല്ലേ? ഒരു ഇടിസീന് കാണുന്നുണ്ട്. ആ ഇടിസീൻ നിങ്ങൾ മനപ്പാടാക്കിയതാ? സൂറത്തുൽ ഫാത്തിഹ പഠിച്ചതുപോലെ മനപ്പാടാക്കിയതാ? തലച്ചോറിൽ ഡിലീറ്റ് ചെയ്യാത്ത സ്പേസിൽ അത് അവിടെ വന്ന് പതിക്കും. പിന്നെ എന്താ സംഭവിക്കുക? അതിനൊരു സാഹചര്യം തെളിയുമ്പോ തലച്ചോറ് പറയും അങ്ങനെ ചെയ്തോളാം. അതാണ് താമരശ്ശേരി സംഭവിച്ചത്. DJ മ്യൂസിക് നൈറ്റ് ലൈറ്റ് പോയി, അപ്പം എന്ത് ചെയ്തു? ഇടിണ്ടായി. അപ്പൊ നേരെ നെഞ്ചൊക്കെ കൊണ്ട് അടിച്ചളാന്ന് തലച്ചോറ് പറഞ്ഞെടുത്തു, അടിച്ചു, ഹലാസ്. നമ്മുടെ കുട്ടികൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്താ നമ്മൾ ചെയ്യണത്? 10 മിനിറ്റ് പ്രാർത്ഥിക്കണ പോലും ഉണ്ടോ? അവർക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവ് നമ്മൾ കൊടുക്കുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ നിന്ന് ഇത് മാറി നിൽക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സുഹൃത്തുക്കളെ, എന്തും എപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിലേക്ക് കയറാവുന്ന അവസ്ഥയിലാണ്. ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്നു, ഇതൊക്കെ 100% പരിഹരിക്കാൻ പറ്റിയ വിഷയമാണ്. അതിനെന്ത് വേണമെന്നറിയോ? ഒരു കൊശവൻ കല ഉണ്ടാക്കുമ്പോൾ മണ്ണ് കുഴക്കുമ്പോൾ തന്നെ ആ കലത്തിന്റെ രൂപം അയാളുടെ മനസ്സ് തെളിയുന്നുണ്ട് എന്ന് പറഞ്ഞ മാതിരിയാണ്. നമ്മളെ കുട്ടികൾ എന്താകണം, എങ്ങനെയാകണം, ഏത് രീതിയിലാകണം എന്നതൊക്കെ ശരിയായ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. അത് ഉണ്ടാകണമെങ്കിൽ ഇരിക്കുമല്ലേ കഴിഞ്ഞു. അത് പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യണം? ശരിയായ പാരന്റിങ് നമുക്ക് കിട്ടണം. എന്താ പാരന്റിങ്? ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, കറക്റ്റ് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് എല്ലാവരും മറുപടി പറയണം കേട്ടോ. എല്ലാവരും ഒന്ന് കൈവക്കിയാൽ മതി, വേറൊന്നുമില്ല മറുപടി. ADHD എന്ന് പറയുന്ന അസുഖം അറിയുന്ന ആൾക്കാരൊന്ന് കൈയന്തിക്കും. അറിയണോൽ കൈയന്തിച്ചോളി. ADHD ഇതറിയാത്തൊരു പാരന്റ് ആ കുട്ടീനെ വളർത്തുമ്പോൾ ആ കുട്ടി ഇങ്ങനെ പ്രാർത്ഥിക്കും, റബ്ബിർഹംഹുമാ കമാ. നമ്മളെ കാര്യം മഹാകഷ്ടീകാരം. കാരണം എന്താ പറയുക? ഇന്ന് 100ൽ 60 കുട്ടികൾക്ക് ADHD. എന്താ ADHD? പൊരിയേക്കാർ എങ്ങനെ അവിടെ ഇടിക്കും, ഇവിടെ ചവിട്ടും, അടങ്ങി നിൽക്കൂല. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇത് ADHD ആണ്. ഈ കുട്ടിക്ക് ഒരു സൈക്കാട്രിക് മെഡിക്കേഷൻ വേണം. ഈ കുട്ടിക്കുള്ള ഒരു ചെറിയ പ്രത്യേക പരിരക്ഷ ഉണ്ട്, അത് കൊടുക്കണം. ഒരു 8ാം ക്ലാസ് എത്തുമ്പോഴേക്ക് അവനിങ്ങനെ ഫ്രീ ആകും, നല്ലൊരു കുട്ടിയാകും. അതുവരെ അവൻ അടിച്ചിട്ടും ബെൽറ്റ് കൊണ്ട് തല്ലിയിട്ടും ഈ വാപ്പാനിമാന് ഒരിക്കലും പറ്റാതാകും. ഇവനാണ് പിന്നെ ലഹരിന്റെ ആളാകുന്നത്, ഇവനാണ് പിന്നെ ഡിപ്രഷനക്ക് പോണത്, ഇവനാണ് ആത്മഹത്യക്ക് പോണത്. അപ്പൊ നമ്മുടെ കുട്ടികൾ ശരിയാം വിധം അവരെ ഓരോ പ്രായത്തിൽ അവർക്ക് ഓരോ മൊഡ്യൂൾ ഉണ്ട്. ആ മൊഡ്യൂൾ പഠിപ്പിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചതാണ് അല്ലേ? പാരന്റിങ്ങോ ആണ് പഠിക്കുന്നതാണ്. അത് മാറണം. 2 ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. 3 ദീനി സംരംഭങ്ങളിൽ അവൻ പഠിക്കണം. മദ്രസയിൽ ഒരു കുട്ടി പഠിച്ച്, നിങ്ങളെ മദ്രസ പഠിച്ച് ഒരു 5 കാര്യം ഒന്ന് ആലോചിച്ചോ കാണി. എന്താ നമ്മുടെ അടുത്തുള്ളത്? മദ്രസ പ്രായം എന്ന് പറയുന്നത് ഒരു ട്യൂണിങ് പീരിയഡാണ്. അത് അവിടെ ഇരുത്തി ട്യൂൺ ചെയ്യണം. പിന്നെ ആ ട്യൂൺ ചെയ്തെടുത്ത് അസലുകൾ ഉണ്ടാക്കി കൊടുക്കണം.
അതെന്താ? നമ്മളിപ്പോൾ സിയാരികളിലൂടെ എന്താ ചെയ്യണത്? ഇപ്പൊ ഞാൻ എൻ്റെ നാട്ടിൽ സിയാരി തുടങ്ങി. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ചപ്പോൾ, കടിയിൽ നിന്ന് തൊട്ടടുത്ത് അങ്ങാടിയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചപ്പോൾ, പച്ചക്കറി കടിയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചപ്പോൾ വാർത്ത വന്നിരുന്നു. നമ്മൾ ക്ലാസ് തുടങ്ങി. എല്ലാവരും സുന്നി മുജാഹിദൊക്കെ നോക്കാതെ നമ്മൾ പറഞ്ഞു, വേണമെങ്കിൽ വിട്ടോളി, ഒരു ഫർലൈൻ ഉണ്ട്, അത് ചെയ്യണമെന്ന് പറഞ്ഞു. രാവിലെ 1 മണിക്കൂർ ക്ലാസ് ശനിയാഴ്ച. 10-40 കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ. 10-40 കുട്ടികൾ വരുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യണേ? കുട്ടികൾക്ക് ഇതിനൊക്കെ പറ്റിയൊരു മുൻധാരണ കണ്ട് ഉണ്ടാക്കി കൊടുക്കുക. അപ്പം എന്ത് ചെയ്യും? നമ്മൾ ഈ എയർപോർട്ടിൽ പോകുമ്പോൾ ആരെങ്കിലും വല്ല പൊതിയും തന്നാലും വാങ്ങരുത് എന്നറിയും അല്ലേ? അതൊരു മുൻധാരണയാണ്. എന്ന് പറഞ്ഞ പോലത്തെ ഒരു മുൻധാരണ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ ചെയ്യണം. അതിന് നമ്മൾ പഠിക്കുന്ന ഒരു സ്വഭാവമാണ്. നമ്മൾ ഖുറാൻ പഠിക്കാൻ പോകില്ല. നമ്മൾ റമളാൻ മാസത്തിൽ നിസ്കരിച്ച തറാവീഹും തഹജ്ജുദും ഒക്കതായ സുന്നത്താ. നിഷേധ സ്വഭാവത്തിൽ അല്ലാതെ നിസ്കരിക്കാത്തൊരു വ്യക്തി, നിഷേധ സ്വഭാവത്തിൽ നിസ്കരിച്ച മസല മാറി, അയാൾക്ക് അതുകൊണ്ട് സ്വർഗമൊന്നും പോകില്ല. എന്നാലോ ഖുർആൻ പഠിക്കുക എന്നുള്ളത് വ്യക്തിപരമായ ബാധ്യതയാണ് നമ്മളെ, അല്ലേ? വിശുദ്ധ ഖുർആനിലെ ഒരു വചനം എന്താ? യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. ഈ ജനങ്ങൾ ഈ ഖുർആനിനെ അവഗണിച്ചു പടച്ചോനെ. ഈ അവഗണന എന്താണെന്ന് പണ്ഡിതന്മാർ തട്ടായിട്ട് വിശദീകരിക്കട്ടെ. ഇബ്നുൽ ഖയ്യിം പറയാണ്, അൻവാഉന് അത് പല നിലക്കുണ്ട്. തർക്കു തദബ്ബുരിഹി വ തഫഹുമിഹി മിൻ ഹജറാനിഹി. ഖുർആനിന്റെ പഠനം ഉപേക്ഷിക്കലും അതിന്റെ ഉറ്റാലോചന ഒഴിവാക്കലും ഒക്കെ ഹജറാണ്. എന്താ ഈ ഉറ്റാലോചന? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. യതീമിനെ അവഗണിക്കുന്നവനാണ്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കണത് ഉറ്റാലോചന. ഈ ആയത്തിന്റെ പരിധിയിൽ ഇപ്പോൾ ഞാൻ വരുമോ? ഞാൻ പരിഗണിക്കേണ്ട വല്ല എത്തീമുണ്ടോ അയൽപ്പക്കത്ത്, കുടുംബത്തിൽ? പടച്ചോനെ, ഇന്നേ വരെ ഒരു എത്തീമിനെ ഞാനൊന്നിങ്ങനെ അവൻ്റെ മുടിയിലൊന്നിങ്ങനെ ഒന്ന് തടവിയിട്ടില്ലല്ലോ. ഒരു കടലമുട്ടായി പോലും ഞാൻ വാങ്ങിക്കൊടുത്തിട്ടില്ലല്ലോ. ഇതിനാണ് ഉറ്റാലോചന എന്ന് പറയാം. മനസ്സിലായില്ലേ? അതിനർത്ഥറിയണം. പണ്ഡിതന്മാർ ശക്തമായിട്ട് പഠിപ്പിച്ച. ഇവിടെ നമ്മുടെ ഷമീർ സാഹിബിന്റെ വീട്ടിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 4:30 ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. ഒഴിവുണ്ടാക്കി നമ്മൾ വന്നിരുന്ന് പഠിക്കണം. അപ്പം എന്ത് ചെയ്യുന്നേരം നമുക്ക് കാഴ്ചപ്പാടുകൾ കിട്ടും. കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, കടത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, കല്യാണത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം. ഖുർആൻ കാഴ്ചപ്പാടാണ് ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത്. ഫുർഖാനാണ് കൊടുക്കുന്നത്. ഫുർഖാന് കിട്ടിയ കഴിഞ്ഞു. ഓരോന്നും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവാണ് കൊടുക്കുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഈ പരിപാടിയുടെ ലക്ഷ്യം നിങ്ങൾക്കറിയാം. ഈ പരിപാടി നമ്മളെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ പിന്നിലാണ് രക്ഷിതാക്കൾ. ഒരുപാട് പഠന സംരംഭങ്ങൾ കുട്ടികൾക്ക് വേണ്ടി. പാലത്തിയൂരിൽ 1.5 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നടക്കും കുട്ടികളുണ്ടായിരുന്നു. നമ്മൾ കുട്ടികളോട് പങ്കെടുപ്പിച്ചു. ചെറിയൊരു ഫീസ് കൊടുത്തിട്ട് ഒരു 1.5 ദിവസത്തെ ക്യാമ്പ്. എല്ലാ പണ്ഡിതന്മാരോടും വന്ന് ക്ലാസ് എടുത്തു. നമ്മൾ പോയോ? നമ്മളെ നാട്ടിൽ നിന്ന് ഒരു വണ്ടി നമ്മൾ ബുക്ക് ചെയ്തോ? ആ വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പൈസ എങ്ങനെ? എന്തായാലും നമ്മളെ മോള് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, ഒരു ആത്മഹത്യ ചെയ്തിട്ട് മോർച്ചറിയിൽ നിന്ന് ബോഡി വാങ്ങുമ്പോൾ വരുന്ന എക്സ്പെൻസ് ഒന്നും വരില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മളിത് സീരിയസ് ആയിട്ട് എടുക്കണം. അത് കുട്ടികൾ ചെയ്തോളും. കുട്ടികൾക്ക് അതൊന്നും ചെയ്യാനുള്ള പ്രായവും കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് ഇന്ന്, നാളെ, മറ്റന്നാൾ ഈ നിലക്ക് നമ്മളെല്ലാ വീടുകളിലേക്കും കയറി ചെല്ലണം. കയറി ചെന്നിട്ട് 10 ബസ്സാണ് വേണ്ടതെങ്കിൽ 10 ബസ് ഇടണം. എങ്ങനെ ബസ്സിന് പൈസ ഉണ്ടാക്കുക? നമ്മൾ പറയണം, നമ്മളിങ്ങനെ കുട്ടികളെയും കൊണ്ട് പോവുകയാണ്. 6 മണിക്കൂറിന്റെ മൊഡ്യൂള്, വിഷയങ്ങൾ കംപ്ലീറ്റ് തീരുമാനമായി, സംസാരിക്കേണ്ട ധാരണകൾ ഫുൾ തീരുമാനമായി. ഇനിയുള്ള സമയം എന്താ? ഇനിയുള്ള സമയം സംസാരിക്കുന്നവർക്കുള്ള ട്രെയിനിങ് ആണ്. നിങ്ങൾ പരിപാടിയൊക്കെ കഴിയുമ്പോൾ പരിപാടി ഉഷാറായി ഇറങ്ങണം. എന്തുകൊണ്ടാ? അങ്ങനെ കഴിയുമ്പോൾ പണിയെടുക്കണോണ്ട് തന്നെയാണ്. പറപ്പൂര് മൗലവി തൊട്ട് ഒക്കെയുള്ള ആളുകൾ എങ്ങനെ, എന്തൊക്കെ പോയിന്റ്, എത്ര മിനിറ്റിൽ, 3-ാമത്തെ മിനിറ്റ് എത്തുമ്പോൾ എന്ത് തീരണം, ഇങ്ങനെ കൃത്യമായ ധാരണ ഉണ്ടാക്കിയിട്ട് ഓരോ പരിപാടി മുന്നോട്ട് പോകണം. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും പ്രശ്നങ്ങൾ ഇങ്ങനെ പറയാ, പരിഹാരം ആർക്കും പറയാല്ല. ആരടുത്തും പരിഹാരമല്ല, നമ്മളെടുത്ത് പരിഹാരമുണ്ട്. പ്രകടനം വേണം ലഹരിക്കെതിരിൽ, പക്ഷേ അതുകൊണ്ട് മാത്രം വിഷയം തീരൂല. പിന്നെ ഷൂട്ട് ഔട്ട് വേണം, പക്ഷെ അതുകൊണ്ട് മാത്രം പ്രശ്നം തീരൂല. കുട്ടികളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു പാസ്വേഡ് ഇട്ട് കൊടുക്കണം. ആ പാസ്വേഡ് ഇട്ട് അങ്ങ് എവിടെയും വിടാം. ഏത് കള്ളുടേമാരുടെ റൂമിലും അവൻ സുന്നത്ത് സ്കരിക്കും. ഞാൻ എൻ്റെ സംസാരം അവസാനം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ വിഷയത്തെ ഈ അർത്ഥത്തിൽ കണ്ട് പരിഗണിക്കണം. പിന്നെ പീസ് റേഡിയോ നമുക്ക് നല്ലൊരു സൊല്യൂഷനാണ്. ഈ പറയുന്ന എല്ലാ പിന്നെ വികൃതി കുട്ടികൾ എന്നുള്ളൊരു സീരീസ് പീസ് റേഡിയോ ചെയ്തിട്ടുണ്ട്. എത്ര ആൾ കേട്ടിട്ടുണ്ട്? അപ്പം കേട്ടാൽ മതി, നമുക്ക് മനസ്സിലാവും. നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് പറയും, എത്ര മെസ്സേജുകൾ ഉണ്ട് നിങ്ങൾ കരഞ്ഞ്. അതിൻ്റെ പേരിൽ ഡിപ്രഷനായ ഒരു സ്ത്രീനെ എനിക്കറിയാം. ADHD സംബന്ധിച്ച ക്ലാസ് കേട്ടിട്ട്, മൗലവി ഇതൊന്നും അറിയാത്തതുകൊണ്ട് എൻ്റെ മോനെ ഞാൻ വല്ലാത്ത കൈകാര്യം ചെയ്തല്ല ചെയ്തത്. ഗൾഫിലുള്ള മോനെ വിളിച്ചെടുത്തി വരും, ഇത് വന്നേ പറ്റുള്ളൂ പറഞ്ഞു.
എന്തിനമ്മ ഇജ്ജ് വന്നേ പറ്റുള്ളൂ, എനിക്കൊരു ഉമ്മ തരാനാണ് എനിക്ക് പറഞ്ഞു കേട്ടോ. അപ്പൊ ഉമ്മാനെ ഒന്ന് വിളിച്ച് നിങ്ങൾ കൺവിൻസ് ചെയ്യണം. എങ്ങനെയാണ് എനിക്ക് വിഷയം വരുന്നത്? എനിക്കൊരു പ്രശ്നമല്ല മൗലവി, എൻ്റെ ഉമ്മ എന്നെ എങ്ങനെ നോക്കിയെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആയത്. പറ്റൂല, ഞാൻ മരിച്ചാൽ എനിക്ക് സങ്കടവും, നീ വരണം എന്ന് പറഞ്ഞ ടിക്കറ്റ് എടുത്തിട്ട് പോന്നു 3 ദിവസത്തിന്. അത്ര വിപ്ലവം ഉണ്ടാക്കിയ എപ്പിസോഡുകൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ അടുക്കളയിൽ തുറന്നുവെച്ചാൽ മതി, നമ്മൾ വീട്ടിൽ തുറന്നുവെച്ചാൽ മതി, നമ്മൾ കേൾക്കൂല. പീസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസ് എന്ന പേരിലൊരു മൊഡ്യൂൾ വരികയാണ് പാലക്കാട്ട് നിന്ന്. ഈ അടുത്ത ശനി ഞായർ തുടങ്ങാണ്. ആദ്യം സന്നദ്ധമായി വരുന്ന മണ്ഡലങ്ങൾക്ക് കൊടുക്കുക കേട്ടോ. വ്യത്യസ്തമായി നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു രീതിയിലാണ് അതിന്റെ പ്രോഗ്രാം പോണത്. അപ്പോൾ നിങ്ങൾക്കും അതൊക്കെ ഏറ്റെടുക്കാം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ, അവന്റെ വിശ്വാസികളിൽ വന്ന് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വഴിയിൽ സഞ്ചരിച്ച് മുന്നേറി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു